നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മൂർച്ചയുള്ള നാവാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടേത്. എതിരാളികളെ പരിഹസിച്ച് പുച്ഛിച്ച് അടിച്ച് നിരപ്പാക്കി മറുപടി നൽകുന്നതാണ് ശീലം. എന്നാൽ ഇന്ന് KB ഗണേഷ് കുമാറിന് മറുപടി നൽകിയെങ്കിലും പതിവ് ശക്തി അതിനുണ്ടായിരുന്നില്ല. എന്താവും കാരണം? അടുത്ത കാലത്തൊന്നും സുകുമാരൻ നായർ കേട്ടിട്ടില്ലാത്തത്ര കടുത്ത ആരോപണങ്ങളും അധിക്ഷേപങ്ങളും പരിഹാസവുമാണ് ഇന്നലെ ഗണേഷ് വാരിച്ചൊരിഞ്ഞത്. ഇത്തിൽ കണ്ണി, ഏകാധിപതി, കുടുംബക്കാരെ അപ്പാടെ NSSൽ നിയമിക്കുന്നയാൾ, അഴിമതിക്കാരൻ, മണൽ വരെ മറിച്ചു വിറ്റയാൾ തുടങ്ങി കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ശുനകൻ എന്നുവരെ ഉപമിച്ചായിരുന്നു പരിഹാസം. എന്നിട്ടും എന്തേ ഈ സ്വതന്ത്ര ശൈലി വിട്ട് മയപ്പെട്ട പ്രതികരണം സുകുമാരൻ നായർ നടത്തി എന്ന സംശയം ശക്തമാണ്. കൂടുതൽ പറഞ്ഞാൽ തൻ്റെ കയ്യിൽ ചില രഹസ്യങ്ങളുണ്ട്, അത് പുറത്തേക്ക് വന്നാൽ ഇതിലും മാരകമായിരിക്കും എന്ന ഗണേശിൻ്റെ ഭീഷണിയാവുമോ കാരണം? സുകുമാരൻ നായരുടെ മറുപടിയിൽ ആകെ സെൻസിബിളായി തോന്നിയ രണ്ട് വാചകങ്ങളാണ്. ഒന്ന്, എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട ശേഷമാണ് ഗണേശിൻ്റെ ആരോപണമെന്നതും അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റി വരെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ഓർമ്മപ്പെടുത്തലും മാത്രമായിരുന്നു. NSSൽ ആദ്യവും അവസാനവും ഒരു വാക്കേ ഉള്ളൂ, അത് സുകുമാരൻ നായരാണ്. മുഖ്യമന്ത്രി VD സതീശൻ മുതൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരെ പ്രഗത്ഭരായ പലരും സുകുമാരൻ നായരുടെ പരിഹാസം ഏറ്റുവാങ്ങിയവരുടെ നിരയിലുണ്ട്. അങ്ങനെയുള്ള സുകുമാരൻ നായർ ഇപ്പോൾ മയപ്പെടാൻ കാരണമെന്താവും? NSS തലപ്പത്ത് മാറ്റം ഉണ്ടാകുമോ? അതോ പതിവ് പോലെ സുകുമാരൻ നായരുടെ മികവിൽ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാക്കി മാറ്റുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ വിജയകുമാർ, ഇന്നലെ ഗണേഷ് കുമാർ സുകുമാരൻ നായർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളും ഒരു കാഴ്ചയാൽ പരിഹാസങ്ങളോ അധിക്ഷേപങ്ങളോ ഒക്കെ കേട്ട് കാണും. സാധാരണഗതിയിൽ അതിനൊക്കെ അടിച്ച് നിരപ്പാക്കി മറുപടി പറയുന്ന ഒരു ശീലമാണ് സുകുമാരൻ നായർക്കുള്ളത്. പക്ഷേ ഇന്ന് സുകുമാരൻ നായർ വളരെ മയപ്പെട്ടാണ് മറുപടി പറഞ്ഞത്. എന്തോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പതിവ് ശൈലിയിലേക്ക് വരാൻ എന്തോ ചിലത് അദ്ദേഹത്തെ തടയുന്നുണ്ട് എന്ന് തോന്നി. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇവർ തമ്മിലുള്ള ഈ പോരിൽ? രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ വെച്ചല്ലോ, ഗണേഷ് കുമാർ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്. പിന്നെ കുറെ കാലമായിട്ട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു മുൻഗണന കൊടുത്തിട്ടാവും കാര്യമായിട്ടും പ്രതികരിക്കാത്തെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തുവായാലും ഏത് നേതാക്കന്മാരെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാറുണ്ട്. നല്ല നിലയ്ക്കാണ് സംഭാഷണം നടത്തേണ്ടത്. പിന്നെ മറ്റ് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നന്നായിട്ടല്ല. എന്തായാലും കെട്ടിറങ്ങി പോട്ടെ എന്നാ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. കെട്ടിറങ്ങി പോട്ടെ എന്നാണോ, അതോ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയണ്ടേ? സ്വാഭാവികമായും NSSലെ അംഗങ്ങൾക്കൊക്കെ ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് താല്പര്യം കാണില്ലേ? ഇങ്ങനെയൊക്കെ അഴിമതി അവിടെ നടക്കുന്നുണ്ടോ, ഈ തരത്തിലേക്കുള്ള വൻപിച്ച വെട്ടിപ്പാണോ നടക്കുന്നതെന്നൊക്കെ അറിയണമെന്ന് താല്പര്യം കാണില്ലേ? തീർച്ചയായും പരിഹരിക്കണമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അത് അതിന്റെ പ്രശ്നങ്ങൾ ശരിക്കും തീർക്കന്നെ വേണം. എല്ലാ പ്രശ്നം അവസാനിപ്പിക്കുകയാണല്ലോ വേണ്ടത്. ശരി, നേരാവണം ചർച്ച ചെയ്ത് അത് പരിഹരിക്കന്നെ വേണം. താങ്കളുടെ അഭിപ്രായം അങ്ങനെ? ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുകുമാരൻ നായർ ഗണേഷ് പോരിൽ എവിടെയാണ്, ആര് പറയുന്നിടത്താണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരമുണ്ട്. സുകുമാരൻ നായരെ വർത്താനം കേട്ടിട്ട് അതല്ലെങ്കിൽ ആ കാര്യം എഴുതി കാണിച്ചപ്പോഴൊക്കെ കണ്ടിട്ട് കുമ്പളം കട്ടവന്റെ തോൾക്കോക്കി എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു സംഭവം ഉണ്ട്. എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് സുകുമാരൻ നായർ. അത് എന്താ മറച്ചു വെച്ചെന്നുള്ളത് അറിയണമെങ്കിൽ അദ്ദേഹം തന്നെ വാ തുറക്കണം. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളായെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും കൊടുക്കേ വേറുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. കേസ് കൊടുക്കട്ടെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്തോ പന്തികേടുണ്ടാവും. അത് ഇപ്പോ വലിയൊരു സ്ഥാനത്തല്ലേ അദ്ദേഹം ഇരിക്കണ്. പിന്നെ NSSന്റെ വലിയ ആള് എന്നൊക്കെ പറഞ്ഞ വലിയ സ്ഥാനമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കള്ളി ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സാറേ. ശരി, ഓക്കെ. താങ്കൾ ശ്രീ ശരത്താണ്, ബാലരാമപുരത്താണ്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സാധാരണ സുകുമാരൻ നായർ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ച് നിരപ്പാക്കുക എന്നുള്ളതാണ്. ഈ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനെയും സുരേഷ് ഗോപി, അങ്ങനെ പുള്ളി പല ഘട്ടത്തിലും പലർക്കുമെതിരെ VSനെതിരെയൊക്കെ അതിരൂക്ഷമായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഗണേഷ് ഇന്നലെ അതൊക്കെ പറയുമ്പോഴും ഇന്നും ഒരു മയപ്പെട്ട പ്രതികരണമായിരുന്നു സുകുമാരൻ നായരുടേത്. എന്താണ് കാരണം?
എനിക്ക് പറയാനുള്ളത് ഈ പിന്നെ സുരേഷ് ഗോപി സാറ് MP ആയിട്ടിരിക്കുമ്പോഴും അദ്ദേഹം ഗണേഷ് കുമാർ MLA ആയിട്ടിരിക്കുമ്പോഴും ഈ NSSന്റെ സ്ഥാനത്തിരിക്കുന്ന സുകുമാരൻ നായർ പറയുന്ന വാക്കിന് അപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതി ആണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കേരളത്തിനകത്തുള്ള സമുദായ സംഘടനകൾ ഈഴവരും കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ഉള്ളത് നായർ സംഘടനയാണ്. കൂടുതലും നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതില് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മോശമായിട്ട് സംസാരിക്കുന്നവരും ഇടപെടുന്നവരും ഉണ്ട്. അത് എല്ലാ മനുഷ്യരും ഉള്ളത് പോലെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹം തന്നെ തലപ്പത്തിരുന്ന് തന്നെ ഈ ബാക്കിയുള്ള എല്ലാ നായേഴ്സ് കാസ്റ്റിനെ നിയന്ത്രിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. നായക സ്ഥാനത്ത് നിന്ന് മറ്റൊരാളിനെ ഒരു പേര് ഇവർക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലേ? ഇത്രയും കാലമായിട്ട് പുതിയ ഒരാളിനെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സമുദായ സംഘടനയായിട്ട് മാറ്റിയെടുക്കാൻ ഇവർക്ക് ഇത് കഴിയില്ലേ? അതാണ് എന്റെ ചോദ്യം. ശരി, എന്താണ് സുകുമാരൻ നായർക്ക് പകരം ഒരാളെ കണ്ടെത്താൻ കഴിയാത്തതെന്നുള്ള ചോദ്യവും അമിത പ്രാധാന്യത്തെ കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ രാധാകൃഷ്ണൻ നായരാണ്, ഹരിപ്പാട് നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുകുമാരൻ നായരും KB ഗണേഷ് കുമാറും തമ്മിൽ നടത്തിയ വാക്പോര്, അതിൽ KB ഗണേഷ് കുമാർ അതിരൂക്ഷമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളൊക്കെയാണ് ചൊരിഞ്ഞത്. അഴിമതിക്കാരൻ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ശുനകനോ എന്നുവരെ ഉപമിക്കുന്ന തരത്തിൽ വരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് സുകുമാരൻ നായർ സാധാരണ പതിവൊക്കെ വിട്ട് വളരെ മയപ്പെട്ടാണ് പ്രതികരിച്ചത്. എന്താവും കാരണം? സാറേ, അത് എന്തെങ്കിലും ഗണേഷ് കുമാർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിട്ടായിരിക്കുമല്ലോ മയപ്പെട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ആരെങ്കിലുമൊക്കെ NSSനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത ഭാഷയിൽ തന്നെ തിരിച്ചു മറുപടി കൊടുത്തിട്ടുള്ള ആളാണ് സുകുമാരൻ നായർ എന്ന് പറയുന്നത്. ഇപ്പം ഗണേഷ് കുമാർ തന്നല്ല, NSSലെ പല ആൾക്കാരും, NSSൽ നിന്ന് വിട്ടുപോയ കുറെ ആൾക്കാർ നേരത്തെ അതെ NSSന് എതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. ബയല ശരിയല്ല, ബയല അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞു. ഇതിപ്പം ഒരാള് തലപ്പത്തിരുന്നോണ്ട് ആ ആളിന്റെ ആളുകളെ എല്ലാ സ്ഥാനത്തും പ്രതിഷ്ഠിക്കുക, ആ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അതായത് തിരുവായിക്ക് എതിർവായില്ല, ആ ഒരു ശൈലിയാണ് ഇപ്പൊ NSS നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇതുപോലെ NSS പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറയുന്നത് ഈ KB ഗണേഷ് കുമാർ പറയുന്ന ആരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ടാവുമെന്നാണോ? കഴമ്പ് കാണുമല്ലോ സാറേ, അല്ലെങ്കിൽ കഴമ്പില്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കാതിരിക്കത്തില്ലല്ലോ, ഇല്ല അഴിഞ്ഞു സംസാരിക്കത്തില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് വേറെ ഒരു കാര്യം, ഗണേഷ് കുമാർ ഈ ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പറും അവിടെ താലൂക്ക് യൂണിയന്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട ശേഷം MLA സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം കൂടിയാണ് എന്നതും കൂടി ഓർക്കണം. അല്ല, അതായിക്കോട്ടെ, അതിപ്പം തെരഞ്ഞെടുപ്പിലായി ഇപ്പൊ സമുദായ നേതാക്കൾ പല ആൾക്കാരിൽ നിന്ന് തോറ്റിട്ടില്ല, ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ടിട്ടില്ല, ജയിച്ചിട്ടുമുണ്ട്. അതിന്റെ അല്ല, ഇതിപ്പം ഗണേഷ് കുമാറിനെ മാറ്റിയെന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിലുള്ള ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടണവർ. ഇത് അങ്ങനല്ല ചെയ്തത്. ബാക്കി എല്ലാവരും നിലനിർത്തിക്കൊണ്ട് ഗണേഷ് കുമാറിനെ മാത്രമാണ് പിരിച്ചുവിട്ടത്, ഒഴിവാക്കിയത് NSSയിൽ നിന്ന്. അല്ലെങ്കിൽ അന്നത്തെ ആ കമ്മിറ്റിക്കാരെ ഫുള്ളായിട്ട് മാറ്റണമായിരുന്നു, അത് ചെയ്തില്ല. അന്നേരം മറ്റവരെല്ലാവരെയും നിലനിർത്തിക്കൊണ്ട് ഗണേഷ് കുമാറിനെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കി. അന്നേരം മറ്റുള്ളവര് ഈ ജനറൽ സെക്രട്ടറിക്ക് ഓശാനം വരുന്ന ആളുകളായിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത്, അല്ലേ? ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും കാതലായ ഒരു മാറ്റം ഉണ്ടാകണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, അല്ലാതെ ഒരാൾ തന്നെ എല്ലാ പ്രാവശ്യം തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ തുറന്നു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതിനോട്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ്, ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗണേഷ് കുമാർ അധികാരം നഷ്ടപ്പെട്ട ശേഷമാണ് എല്ലാം, അല്ലെങ്കിൽ NSSലെ പദവിയും രാഷ്ട്രീയത്തിലെ പദവിയെല്ലാം നഷ്ടപ്പെട്ട ശേഷമാണെങ്കിലും അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്ക് മയപ്പെട്ട മറുപടിയായിരുന്നു ഇന്ന് സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ കിരൺ, നമ്മൾ ഏതാണ്ട് ഈ പൊതുവേദി സംപ്രേഷണം തുടങ്ങിയിട്ട് എൻ്റെ ഏകദേശ ഒരു ധാരണ ഒരു 7-8 വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. നിരവധി തവണ NSS SNDP ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ശ്രീ ഗണേഷ് കുമാർ സംസാരിക്കാൻ തയ്യാറായി. അദ്ദേഹം അധികാരത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എങ്കിലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്? അദ്ദേഹം നിങ്ങൾ പത്രക്കാരെ പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയെ പോലെ ഈ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ ഒരു ജന്മം മുഴുവൻ, കാരണം NSSന്റെ സിസ്റ്റം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നാരായണ പണിക്കർ കഴിഞ്ഞപ്പോഴത്തേക്കിന് സുകുമാരൻ നായർ ഇവർ ആ സ്വച്ഛാധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന്
ഇദ്ദേഹം അവകാശവാദം ഉന്നയിക്കും. ഞാനും ഒരു NSS കരയോഗത്തിൽ നിരവധി തവണ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. നിരവധി തവണ ഞാൻ ചങ്ങനാശ്ശേരി പോയിട്ടുണ്ട്. ശ്രീ സുകുമാരൻ നായരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അദ്ദേഹം കുറച്ച് ആക്ഷനൊക്കെ കാണിച്ചല്ലോ നമ്മുടെ ഗണേഷ് കുമാർ ഈ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ച്. വളരെ ശരിയാണ്. ഞാനൊരു കരയോഗം സെക്രട്ടറി ആയിട്ട് നിരവധി തവണ ഇരുന്ന ആളാണ്. ചാത്തന്നൂർ NSS 898 നമ്പർ കരയോഗം. ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം ഒന്നും ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. അല്ല, ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ നമ്മൾ കഴിഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പോൾ ധാരാളം വിമർശിച്ചല്ലോ ഏകാധിപത്യത്തെ കുറിച്ച്. ഇപ്പോഴും നമ്മൾ പുതിയ മുഖ്യമന്ത്രി ആ തലത്തിലേക്ക് വരുന്നു. ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ ഇവരുടെയൊക്കെ സിൽബന്ധികളാണോ നമ്മൾ? NSSന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ താലൂക്ക് യൂണിയനുകളിലെല്ലാം അടിയാളന്മാരെ പോലെയാണ്. ഒരു താലൂക്ക് യൂണിയനുകളിലും അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയില്ല. ഇപ്പൊ ഞങ്ങൾ ഇതിന് സമാനമായ ഒരു സംഭവം ഞങ്ങൾ ചാത്തന്നൂർ താലൂക്ക് യൂണിയൻ ഉണ്ടായി. ഒരു 5-6 വർഷത്തിന് മുമ്പ് നിലവിലിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് ഉണ്ണത്താനെ, അതിനു മുമ്പ് ശരത്ചന്ദ്ര എന്ന് പറയുന്ന ഒരു മാന്യനായ നല്ലൊരു മനുഷ്യൻ, ഇവരെയൊക്കെ അങ്ങ് ഇദ്ദേഹം അവിടെ അങ്ങ് പിരിച്ചു. ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുത്തവരെയൊക്കെ അങ്ങ് പിരിച്ചുവിടുകയാണ്. ശ്രീ കിരൺ, എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഈ കോടതി സർക്കാർ ഒന്ന് ഇടപെടണം. ഈ സമാന്തര സർക്കാരുകൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ഈ സമാന്തര ഭരണകൂടങ്ങളാണ്. ഇവർക്കൊക്കെ സർക്കാരിന്റെ ഏക്കർ കണക്കിന് സ്വത്തും നിയമനവും ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് സമാന്തര ഗവൺമെന്റ് ആയിട്ട് ഈ സാമന്ത രാജാക്കന്മാരെ പോലെ ഇവർ പ്രവർത്തിക്കുകയാണ്. സത്യത്തിൽ ഈ 21ാം നൂറ്റാണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ നിയമത്തിന് ഇപ്പോഴും കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. ഇവരൊക്കെ എന്തിനാണ് ഈ സ്വത്തുക്കൾ കൊടുത്ത് സമാന്തര രാജാക്കന്മാരായി നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വാഴിക്കുന്നത്? ഒരു തൊഴിൽ കൊടുക്കാൻ NSSൽ ആർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്? അഡ്മിഷൻ കിട്ടുമെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കാത്തു കിടക്കണം, കൊടുക്കത്തില്ലവര്. എന്തിനാണ് ഈ സമുദായം? ഇവർ ആരെ നന്നാക്കാനാണ് ഇരിക്കുന്നത്? ഇതിനെയൊക്കെ പിരിച്ചുവിട്ട് സർക്കാർ ഏറ്റെടുക്കണം. സമാന്തര ഗവൺമെന്റ് വേണ്ട, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് മതി. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇവരൊക്കെ സാമന്ത രാജാക്കന്മാരെ പോലെ ഇനിയും വാഴിക്കരുത്. കോടിക്കണക്കിന് സ്വത്തുക്കൾ അദ്ദേഹത്തിന് പേടി തുടങ്ങി. കാരണം ഗണേഷ് കുമാർ അകത്ത് നിൽക്കുന്നവർക്ക് പണ്ട് പറയത്തില്ല, കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞ കണക്കാണ്. ഗണേഷ് കുമാർ പുറത്ത് പറയും, ഇന്ന് ഭയന്നു. സുകുമാരൻ നായരുടെ ചരിത്രത്തിൽ ഇതുവരെ അദ്ദേഹം ഇങ്ങനെ ഭയന്ന് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ധാർഷ്ട്യത്തോടെ, ഇപ്പൊ പിണറായിയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ധാർഷ്ട്യത്തോടെ അല്ലേ രാഷ്ട്രീയക്കാരൊക്കെ കുറിച്ച് പറയുന്നത്. സുരേഷ് ഗോപിയെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ തറവാട്ടിനകത്ത് രാഷ്ട്രീയക്കാർ കാണാൻ ചെല്ലുന്ന മന്നത്ത് പത്മനാഭനെ അടക്കി ഭരിച്ചിരിക്കുകയാണ്. മന്നത്ത് പത്മനാഭൻ ആരാണ്? ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനാണോ? ആരെയും കയറ്റാതെ ഇദ്ദേഹം വെച്ചോണ്ടിരിക്കാൻ? ഇതൊക്കെ ഗണേഷ് കുമാർ സമാന്തരമായി വരണം. NSSൽ ധാരാളം ആൾക്കാർ മുന്നോട്ട് വരണം. ജനാധിപത്യ രീതിയിൽ 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തണം. മന്നത്ത് പത്മനാഭൻ അന്നത്തെ സാഹചര്യത്തിലാണ് ഭരണഘടന, നമ്മളെ രാജ്യസഭാ സിസ്റ്റമാണ് NSSന്റെ തെരഞ്ഞെടുപ്പ്. ശ്രീ കിരണൻ അറിയാമോ? രാജ്യസഭയിലെ സിസ്റ്റമാണ്. ആർക്കും ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റത്തില്ല. SNDPയിലും അത് തന്നെ. ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ഇവരെ മാറ്റാൻ പറ്റുമോ? ഇവർ കോടിക്കണക്കിന് വരുന്ന ഞങ്ങളുടെ പാവങ്ങളുടെ സ്വത്ത് ഞങ്ങളെ പിഴിഞ്ഞ് ഇവർ തിന്നു കൊഴുത്ത് ഇവരുടെ മക്കളെയും മരുമക്കളെയും ആജ്ഞാനവർത്തികളെയും കൊണ്ടു നടക്കുകയാണ്. ഇതിനെതിരെ പോരാടണം. ഗണേഷ് കുമാർ മുന്നോട്ട് വരണം. ധാരാളം ജനങ്ങളെ കൂട്ടണം. ഗണേഷ് കുമാറോട് വാട്സപ്പ് മെസ്സേജ് കൊടുത്താൽ അദ്ദേഹത്തോടുകൂടെ അണിചേരുവാൻ കേരളത്തിൽ സമുദായ അംഗങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്കിത് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. താങ്കൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളാണെന്നും വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതല്ല, ഞാൻ പറയണ ഗണേശൻ കാച്ച പറഞ്ഞിട്ട് മറുപടി പറഞ്ഞായിരിക്കും. ശിവകുമാരൻ ഇന്നും ആ നാടൻ വിശ്വാസമാണ് ഇന്നും കാണിക്കുന്നത്. രാജാവ് പോലും ഇങ്ങനെ കാണിക്കില്ല. ഇവരെല്ലാം വീരൻ അതേത് രാജാവാ ശ്രീ മഹി? മഹാരാജാവിൽ അതേതാ ഈ മഹാരാജാവാരാ? മഹാരാജാവാണ്. ആ ശിവകുമാരൻ മഹാരാജാവിന്റെ ഇതാരെയും ഏത് മഹാരാജാവിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് താങ്കള്? മഹാരാജാവിന് നമ്മൾ ജനിക്കുമ്പോൾ അവിടെ പോയല്ല. അവരും പോലും നമ്മളെ തലമുറ താഴെ പറഞ്ഞിട്ടുണ്ട്. അവരും പോലും മഹി, അങ്ങനെ മഹാരാജാക്കന്മാരൊന്നും ഇല്ലിപ്പോ. ജനാധിപത്യത്തിന്റെ കാലമാണ് അവിടെ. എല്ലാവരും പണ്ടത്തെ അവർ ആ സുകുമാരൻ അങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ സുകുമാരനെ ഗണേശ് കൊടുക്കും. സുകുമാരൻ ഒരു സംശയം വേണ്ട. ഗണേശ് അതിനുള്ള നമുക്ക് പോകുന്നില്ല. അവൻ സുകുമാരനെ അതിന് ഒരു ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ രാജാക്കന്മാരുടെ കാലത്തുള്ളത് കൊണ്ട് എനിക്ക് രാജാവ് എങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വിളിച്ച 3 പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ 2026 മെയ് 18 ശേഷം അല്ല സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയി വന്നത്. അതിനു മുമ്പേ സുകുമാരൻ നായരാണ് ജനറൽ സെക്രട്ടറി. അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന VD സതീശനെ എതിരെ ഈ സുകുമാരൻ നായരെ കൊണ്ട് ഓരോന്ന് പറയുമ്പോൾ അതിന് സുകുമാരൻ നായരെ സപ്പോർട്ട് ചെയ്തവരാണ് ഈ വിളിച്ച 3 പ്രേക്ഷകർ. മുഹമ്മദ് മഞ്ചേരി, രാമേന്ദ്രനോ, കൊല്ലത്തിന് ചാത്തന്നൂരിന് വിളിച്ച പുള്ളി. ഇല്ല, അവരാരും അങ്ങനെ മുമ്പ് നമ്മള് ഞാൻ കേട്ടിട്ടുണ്ട് സാർ.
അല്ലല്ല ഞാൻ എൻ്റെ ഓർമ്മയിൽ അവരെല്ലാവരും നേരത്തെ സുകുമാരൻ നായരുടെയും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വിഷയമൊക്കെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടപ്പോൾ വിഷയം ചർച്ച ചെയ്ത സമയത്തൊക്കെ അവരതിനെതിരെ പ്രത്യേകിച്ച് ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനൊക്കെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ്. അല്ല ഈ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ സപ്പോർട്ടോടുകൂടി എന്ന് പറഞ്ഞ സമയത്ത് അന്ന് ഈ സുകുമാരൻ നായരെ ഒരു രീതിയിൽ വിമർശിക്കാത്തവരാണ് ഇവരൊക്കെ. ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പാർട്ടിക്കാര് ഇപ്പൊ ഈ 26 മെയ്യിന് ശേഷമല്ല സുകുമാരൻ നായർ വന്നത്. പിന്നെ ഗണേഷ് കുമാർ എപ്പോഴും ഒരു ബ്ലാക്ക് മെയിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ആ കാരണം പുള്ളി എപ്പോ അധികാരത്തിന്റെ കൂടെ ഉണ്ടാവും. ആ അധികാര സ്ഥാനത്ത് നിന്ന് അവരെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരുടെ വീക്കെൻഡ്സ് എല്ലാം പിടിച്ചെടുത്ത് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന് ഇവരെ ചവിട്ടി പുറത്താക്കുന്നോ അന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു തന്ത്രം ഏത് പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഒരു നമ്മുടെ സംഘടനയിൽ നിൽക്കുമ്പോൾ അയാൾ ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്ക് വേണ്ടത് അധികാരമാണ്. ഇന്നെന്താ ഗണേഷ് കുമാർ പറയുന്നത് സത്യമാണെന്ന് ഇന്ന് സുകുമാരൻ നായർ പറയുന്നത് തെറ്റാണെന്ന് ഇവർക്കൊക്കെ തോന്നാൻ അന്ന് ഗണേഷ് കുമാർ ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഈ അധികാരം പോയപ്പോഴല്ലേ ഇത് പറയുന്നത്? അപ്പൊ ഗണേഷ് കുമാർ ഈ ജനങ്ങളെ ചതിക്കില്ലായിരുന്നോ? ഈ ആൾക്കാരെ തന്നെ ഗണേഷ് കുമാർ അടക്കം ചതിക്കില്ലായിരുന്നോ? ഇതൊക്കെ കയ്യിൽ വെച്ചോണ്ട് അതൊന്നും പറയാതെ ഗണേഷ് കുമാർ NSSന്റെ ആൾക്കാരെ ചതിക്കുകയല്ലേ ചെയ്തത് അല്ലെ? ഇപ്പം ഗണേഷ് കുമാർ ജനറൽ സെക്രട്ടറി ആണെന്നുള്ളൊരു മോഹം ഉണ്ടാവും. കാരണം ആൾക്കാരെ കൂട്ടിയിരുത്തി ഇയാൾക്കൊരു ജനറൽ സെക്രട്ടറി ആവണമെന്നുള്ള ഒരു മോഹമായിരിക്കാം ഉള്ളത്. ഗണേഷ് കുമാറിനെ കുറിച്ച് സുകുമാരൻ നായർ പറഞ്ഞത് ശരിയാണ്. ഗണേഷ് കുമാർ എന്താ ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? VS കുറിച്ച് പറഞ്ഞിട്ടില്ലേ? VS കുറിച്ചൊക്കെ പറഞ്ഞ വാക്ക് എന്താണ്? ഇത് പുള്ളിയുടെ കയ്യിൽ എപ്പോഴും ഒരു ബ്ലാക്ക് മെയിലുള്ള എന്തെങ്കിലും ഒന്നുണ്ടാവും. ഏത് ആളെ കൂടെ കൂടിയാലും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഗണേഷ് കുമാറിന്റെ ഒരു നയം. ശരി, താങ്കൾ എൻ്റെ ഒരു ചെറിയ സംശയം കൂടെ. താങ്കൾ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴും അംഗീകരിക്കുമ്പോഴും ഈ ഗണേഷ് കുമാർ ഇന്ന് ഉന്നയിച്ച ആരോപണത്തിന് സാധാരണ വലിയ നേതാക്കൾക്കെതിരെ അടക്കം എനിക്ക് തോന്നുന്നു ഒരിക്കൽ VS പറഞ്ഞപ്പോൾ മാത്രമാണ് ആ മട്ടിൽ മറുപടി കേരളത്തിലൊരു നേതാവ് ജി സുകുമാരൻ നായർക്ക് നൽകിയിട്ടുള്ളത്. ബാക്കി VD സതീശനെതിരെ, സുരേഷ് ഗോപിക്കെതിരെ, എന്തിനും ഉപരാഷ്ട്രപതിക്കെതിരെ വരെ അടക്കം CB ആനന്ദബോസിനെതിരെയൊക്കെ അതിരൂക്ഷമായ രീതിയിലാണ് ഈ പ്രതികരിക്കുന്നത് സാധാരണ സുകുമാരൻ നായർ. പക്ഷേ ഇന്ന് എന്തോ മയപ്പെട്ട് ഒരു ചെറിയ ഭയമുള്ളതുപോലെയായിരുന്നു പ്രതികരണം. അതെന്താണ് കാരണം? അതാണ് സാർ ഞാൻ പറഞ്ഞത്. ഈ ഗണേഷ് കുമാറിന്റെ തുറുപ്പ് ചീട്ടുണ്ട്, തിരിച്ചടിക്കാനുള്ള തുറുപ്പ് ചീട്ടും ഫുൾ തെളിവുകൾ അടക്കമുള്ളത് ഗണേഷ് കുമാറിന്റെ ഉണ്ട്. ഇവരെ കയ്യിൽ തെറ്റിപ്പുകളുണ്ട്. പക്ഷെ ഇന്ന് വരെ ഗണേഷ് കുമാർ മിണ്ടാതിരുന്നത് ഗണേഷ് കുമാറിന് അവിടെ ഒരു അധികാര സ്ഥാനം ഉണ്ട്, ഇന്നത് ഇല്ല. അതുകൊണ്ടാണ് ഗണേഷ് കുമാർ അത് പുറത്തെടുത്തത്. ഗണേഷ് കുമാർ ഇനി പോകാനൊന്നുമില്ല. അഭിപ്രായം വളരെ വ്യക്തമാണ്. രണ്ട് ഭാഗത്തും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ ഒരു വിലയിരുത്തിയുള്ള താങ്കളുടേതായ അഭിപ്രായം. അത് ശ്രീ ഉണ്ണികൃഷ്ണനാണ്, പാലക്കാട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിലുള്ള ഒരു തിരിച്ചടി അല്ല ഇന്ന് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ മയപ്പെട്ട്, അല്ലെങ്കിൽ സാധാരണ കാണുന്ന ഒരു അറ്റാക്കിംഗ് സുകുമാരൻ നായരല്ല, മയപ്പെട്ട ഒരു ഡിഫൻഡർ സുകുമാരൻ നായരെയാണ് ഇന്ന് കണ്ടത്. ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ വിനോദാണ്, അരൂരിൽ നിന്നാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്താണ് ഈ തർക്കത്തിൽ പറയാനുള്ളത്? ഗണേഷ് കുമാറും സുകുമാരൻ നായരും. ഗണേഷ് കള്ളനാണ്. ഒരു ആദ്യത്തെ പാർട്ടി നിന്നിട്ട് ഉമ്മൻചാണ്ടി ചതിച്ചാണ്. 4 പേജ് എഴുതാനുള്ളത് കുറെ എഴുതി കൊടുത്താണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടി, അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു. ഇപ്പൊ എല്ലാ അധികാരവും പോയി. പിന്നെ സിനിമയുടെ കാര്യം പറയണ്ട. സിനിമയിലെ കുറെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്. വാർത്ത പറ്റ് അതൊക്കെ പറഞ്ഞത്. സ്വത്തും തട്ടിയെടുത്തിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ തന്നെ സാധനമില്ല, മറ്റവനെ തല്ലും കിട്ടിയിട്ടുണ്ട് ബിജു രാധാകൃഷ്ണന്റെ. ശരിയല്ലേ? അതെന്താ വരാത്തൊന്നും? ഇത് കൊടുക്കണ്ട ഞങ്ങള്. ഇവൻ വലിയ ഗതാഗത മന്ത്രി എന്തൊന്നും കള്ളൻ. അച്ഛൻ നല്ലതായിരുന്നു. ഇപ്പൊ ഒരു സ്ഥാനമാനങ്ങളൊന്നും ഇല്ല ഇവന്. കേറ്റില്ല, ഇന്നലെ വന്നൊരു കേറ്റില്ല. അല്ല ശ്രീ വിനോദ്, എൻ്റെ ഒരു ചെറിയ സംശയം. താങ്കൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. അദ്ദേഹം അധികാരമുള്ളപ്പോൾ പറഞ്ഞില്ല, അധികാരം വിട്ട ശേഷമാണ് പറഞ്ഞത്, അതൊക്കെ പറയുന്നു. ബാക്കി കള്ളൻ എന്ന് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അത് കള്ളനല്ല, കള്ളനൊന്നുമല്ല. സിനിമ എത്ര പേരെന്നറിയാമോ? അതെന്തായാലും ആയിക്കോട്ടെ, അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല.
അത് അതിൽ എന്തെങ്കിലും കേസ് കൊണ്ടോ തെളിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം. ഇപ്പൊ എന്തായാലും പക്ഷേ അല്ല, എൻ്റെ ഒരു സംശയം വിനോദ്, ഈ സാധാരണഗതിയിൽ അപഹസിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ ഒരു അപഹസിക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ശുനകനെ പോലെ ആവരുത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമല്ലോ, വളരെ പച്ചയ്ക്ക് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോ പണ്ട് ഈ ആദ്യം ഒരു പാർട്ടിയിൽ അല്ല, അത് ഒരാൾ പാർട്ടി മാറുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ സുകുമാരൻ നായർക്ക് ഇന്ന് മറുപടി പറയുമ്പോൾ എന്തോ ഒരു ഭയമുള്ള പോലെ തോന്നിയില്ല, അതെന്താണ്? അല്ല, ഇന്നലത്തെ കാര്യം എന്തിനാണ് ഇവിടുന്ന് മാറ്റി വെച്ചത്? ഏതാണ് അവിടുന്ന് ഇന്നലത്തെ മീറ്റ് മറ്റേ പ്രസ് മന്നത്തുനിന്ന് അപ്പുറത്തെ പ്രസ് ക്ലബിലേക്ക് മാറ്റി വെച്ച എന്തിനാ? അവര് സമ്മതിക്കാത്തത് കൊണ്ട് അവര് അവിടെ NSSന്റെ ആളിൽ സമ്മതിക്കാത്തതുകൊണ്ട് അവര് പ്രസ് ക്ലബ് ഹാപ്പി പോയി. എന്നെ മറ്റേ ഈ സുകുമാരൻ നായർ ആയിരിക്കും, അതെനിക്കറിയില്ല. അതല്ലേ അറിയണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഗണേശ് ഇത്രയും രൂക്ഷമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സുകുമാരൻ നായർ സാധാരണ ഇതിൽ ഒരു ആക്ഷേപം ഉന്നയിക്കാത്ത VD സതീശനെതിരെയൊക്കെ പറഞ്ഞത് എന്തെല്ലാം അറിയാമല്ലോ. പ്രഗത്ഭരായ നേതാക്കൾക്കെതിരെ VS-നെതിരെ അടക്കം വളരെ മോശപ്പെട്ട ആക്ഷേപം പറയുന്ന ആളായിരുന്നു ഈ സുകുമാരൻ നായർ. ഈ സുകുമാരൻ നായർ പക്ഷേ ഗണേശിനോട് ഇന്ന് പറഞ്ഞപ്പോൾ വളരെ മയപ്പെട്ട് എന്തോ അതിന് ഉള്ളിൽ പുള്ളിയുടെ ഒരു പതിവ് ശൈലിയിലേക്കൊന്നും കയറിയില്ല. എന്തായിരിക്കും കാരണം? അപ്പൊ ഈ ഗണേഷ് കുമാർ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? അല്ല, ഞാനത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഗണേഷ് കുമാറിനെതിരെ പറഞ്ഞ ആക്ഷേപങ്ങൾ സമ്മതിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. തിരിച്ച് ഗണേഷ് കുമാർ അങ്ങനെ ആക്ഷേപം പറയുമ്പോൾ പതിവായി ആര് പറഞ്ഞാലും അവരെയൊക്കെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുന്ന സുകുമാരൻ നായർ ഇന്ന് മയപ്പെട്ട് നിൽക്കാനുള്ള കാരണം എന്താവും? അത് ഞാനിപ്പോ കണ്ടില്ല, ഞാനിപ്പോ പെട്ടെന്ന് വന്നപ്പോ കണ്ടാണ്. അത് നമുക്ക് നോക്കാം. പക്ഷെ ഇയാള് ഗണേഷ് കുമാർ നല്ല ആളല്ല. ഞാൻ നല്ല ആളാണോ ചീത്ത ആളാണെന്ന് പറഞ്ഞില്ല. ഗണേഷ് കുമാർ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അയാൾ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗണേശിന് അധികാരം പോയ ശേഷമാണ്. പക്ഷേ മറുപടി പറയുന്ന സുകുമാരൻ നായർ സാധാരണ ഇതിൽ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇപ്പൊ മറുപടി വരും എന്നുള്ള പ്രതീക്ഷയിലേക്ക് എത്തുന്നത്. സാധാരണ ഇതിൽ അങ്ങനെയാണ് സുകുമാരൻ നായർ. സതീശനെതിരെയൊക്കെ എന്ത് ആക്ഷേപമാണ് ഉന്നയിച്ചത്? പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടാണ്, ഇന്നലത്തെ സംഭവം കഴിഞ്ഞിട്ടാണ് ഇന്ന് മയപ്പെട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇന്ന് സുകുമാരൻ നായർ മയപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് എന്റെ ചോദ്യം. അതെനിക്കറിയാം, ഞാൻ കണ്ടില്ല, ഞാനിപ്പോ വന്നോളൂ. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് പെട്ടെന്ന് ഇത് കണ്ടത്. ശരി. പക്ഷെ ഗണേഷ് കുമാർ നല്ല ആളൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ പുള്ളി അല്ല, നമ്മൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നുള്ളത് നമ്മൾ അവര് നല്ല ആളുകളോ ചീത്ത ആളുകളോ എന്തോ ആയിക്കോട്ടെ, അവർ പറഞ്ഞ അഭിപ്രായങ്ങളും അവരുടെ ചെയ്തികളും മാത്രം നമുക്ക് നോക്കാം. ഉമ്മൻചാണ്ടി കൂടെ ഉമ്മൻചാണ്ടി അതൊക്കെ ഓരോരുത്തർ രാഷ്ട്രീയം മാറുന്നതിനൊക്കെ അവർക്ക് അവരുടേതായ കാരണം കാണില്ല. അപ്പൊ അങ്ങനെ പറയാനെങ്കിൽ സുകുമാരൻ നായർ ഓരോ തവണയും ആരെയൊക്കെ ജയിപ്പിക്കാൻ പറഞ്ഞു, അവരെയൊക്കെ ആരെയൊക്കെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു, അവരൊക്കെ ജയിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചത് സുകുമാരൻ നായർ ഓരോ തവണയും ഈ തവണ സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, നടന്നില്ല. കഴിഞ്ഞ തവണ പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, നടന്നില്ല. അതിനു മുമ്പ് VS മത്സരിച്ച സമയത്ത് VS-നെ തോൽപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, നടന്നില്ല. അപ്പൊ സ്വന്തമായ അഭിപ്രായം മുഴുവൻ സമുദായങ്ങൾ തള്ളിക്കളയുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറയേണ്ടി വരില്ലേ? അതാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. കേട്ടില്ല. ഗണേഷ് കുമാർ അതാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് സുകുമാരൻ നായർക്കും ഇതേ താങ്കൾ പറഞ്ഞ അയോഗ്യതയൊക്കെ സുകുമാരൻ നായർക്കും ഇല്ല എന്ന് ചോദിച്ചാണ്. പക്ഷെ ജനങ്ങളും പാർട്ടി പരിപാടി പുറത്തിറങ്ങി ഇവര് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരല്ലേ ചെയ്യണത്. സുകുമാരൻ അവിടെ ഇരുന്നിട്ട് പറയും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ രാമേന്ദ്രനാണ് പാറശാലയിൽ നിന്നും. ശ്രീ രാമേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുകുമാരൻ നായരും ഗണേഷ് കുമാരും തമ്മിലുള്ള വാക്പോര് ഒന്ന് താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് എന്തോ ചില പന്തികേടുകൾ ഉള്ളതായി തോന്നുന്നു. സാർ നമസ്തേ. നമസ്തേ. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞു. സാർ നമസ്തേ, ഞാൻ പാറശാല രാമേന്ദ്രൻ. സാർ ഇവര് അച്ഛനും മക്കളുമായിട്ട് ജീവിച്ചവരാണ്. അതെ, എന്റെ പിതൃതുല്യനാണ് എന്നൊക്കെ ആയിരുന്നു ഗണേഷ് കുമാർ പണ്ട് ഇവർ തമ്മിൽ അടയും ചക്കരയുമായിരുന്ന കാലത്ത് പറഞ്ഞത്. അതെ, ശരിയാണ് സാർ. ചക്കരയും വീഴ്ചയുമായിരുന്നു. ഇപ്പൊ ഒരു നിസ്സാര പ്രശ്നത്തിന് ഇദ്ദേഹത്തിനെ പുറത്താക്കി. നമ്മുടെ ഗണേഷ് കുമാർ സാറിനെ പുറത്താക്കി. പക്ഷേ ഈ ഗണേഷ് കുമാർ സാറിന് നല്ല രഹസ്യം തന്തീകരിച്ചൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അയാൾക്ക് അയാളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. പക്ഷെ സുകുമാരൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നായന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഒരു നായന്മാർക്ക് വേണ്ടി ഒന്നും അയാള് എല്ലാവരെയും വിരട്ടി ഓടിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ ഉപരാഷ്ട്രപതിയെ വിരട്ടി ഓടിക്കുന്നു. നമ്മുടെ സാർ അധികാരമുള്ളവനാണ് ഏറ്റവും വലിയ മിടുക്കൻ. പിന്നെ ഈ പറയും പോലെ അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി ചെയ്യില്ല. ഈ സുകുമാരൻ നായർക്ക് അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി ചെയ്തിട്ടില്ല. ഈ നായർ എന്നുള്ള പേര് പറഞ്ഞ് ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെ എന്നെ അടി കിട്ടിയേനെ. നായന്മാരെ പേര് പറഞ്ഞാണ് ഇദ്ദേഹത്തിന് ആരും ഉപദ്രവിക്കാത്തത്. അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. നമ്മുടെ പിണറായി സഖാവ് പറയും പോലെ ബക്കറ്റിലെ വെള്ളം കോരി വെച്ചിട്ടും കടലിലെ വെള്ളവും തമ്മിലുള്ള അന്തരാർത്ഥം മനസ്സിലാക്കണം ഇദ്ദേഹം.
നായന്മാരെ പേര് പറഞ്ഞ് ഇദ്ദേഹം മുതലെടുക്കൽ. നായന്മാർക്ക് വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ പണ്ട് കെട്ടിപ്പടുത്ത ഈ അരിപ്പിടി ഒരു പിടി അരി കൊണ്ടുള്ള ഈ ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങൾ ഒരുപാട് നായന്മാരുടെ അധ്വാനം കൊണ്ടാണ് ഇദ്ദേഹം കെട്ടിപ്പടുത്തിരിക്കുന്ന ഈ കൊട്ടാരം. ഇത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. നായന്മാരുടെ ഒരുപാട് അധ്വാനം കൊണ്ടാണ് ഇതത്രയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നുള്ള കാര്യം. പക്ഷെ നായന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കോടിക്കണക്കിന് ഈ പറഞ്ഞ പോലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പ്രൊഫസറുടെ അഡ്മിഷൻ വേണമെങ്കിൽ 1 കോടി രൂപ അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ സാർ അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹം മാറി നിൽക്കണം. ഇനി ചെറുപ്പക്കാർ വരട്ടെ. ആ സ്ഥാനത്തിന് ഒരുപാട് ഉന്നതരായ വ്യക്തികൾ ഇരുന്ന സ്ഥലമാണ്. നല്ലവരൊക്കെ ഇരിക്കട്ടെ. ഇദ്ദേഹം മാറിക്കൊടുക്കാനുള്ള സമയമായില്ലേ? ഞാൻ പറയുന്ന സാർ കേൾക്കുന്നുണ്ടോ? ശരി, ഹലോ, താങ്കൾക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പ്രേക്ഷകരും എല്ലാവരും കേൾക്കുന്നുണ്ട്. ശ്രീ രാമേന്ദ്രൻ, അതെ, മാറിക്കൊടുക്കാനുള്ള സമയമായി. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പതിവ് ശൈലിയിലുള്ള ഒരു ആക്രമണ ശൈലിയൊക്കെ ഒഴിവാക്കി മയപ്പെട്ട മറുപടിയായിരുന്നു ഇന്ന് സുകുമാരൻ നായരുടേത്. എന്താവും കാരണം? സാർ നമസ്കാരം. നമസ്കാരം. ഈ സാമുദായിക നേതാക്കന്മാർക്ക് ഒരു കൊമ്പുണ്ട് എന്നാണ് ഇവരെ ധാരണ. ഇവരൊക്കെ എല്ലായിടത്തിലും ദാഷ്ട്യം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഗണേഷ് കുമാറിന് പറഞ്ഞ കാര്യം, ഗണേഷ് കുമാർ ഈ കമ്മിറ്റിയിൽ നിന്നാണോ പുറത്തു വന്നത്? പുറത്തു വരുന്നതിന് മുമ്പേ ഇദ്ദേഹം ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്നില്ലേ? അവിടെ വെച്ച് ഇദ്ദേഹത്തിന് പറയാമായിരുന്നില്ല ഇദ്ദേഹം അത്ര സത്യസന്ധനാണെങ്കിൽ. ഞാനിതിൽ സംശയിക്കുന്നത് ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി വല്ല വഴികളും കൊടുത്തിട്ടുണ്ടോ, അഴിമതി നടത്തുന്നതിന് വല്ല ചാൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ നമ്മൾ സംശയിക്കണം. കാരണം ഗണേഷ് കുമാർ ചില രഹസ്യങ്ങൾ ഞാൻ പുറത്തു പറയുമെന്ന് പറഞ്ഞിട്ട്, അപ്പോ ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അങ്ങ് പോകും. അവർക്ക് 2 പേർക്കും പറയാൻ പറ്റൂല. പിന്നെ സുകുമാരന്മാർക്ക് ഒരു അഹന്ത കൂടുതലുണ്ട്. അദ്ദേഹത്തിന്റെ ധാരണ കേരളം മൊത്തം അടക്കി ഭരിക്കുന്നത് ഞങ്ങളാണെന്നുള്ളൊരു ധാരണ ഉണ്ട്. ഇവരൊക്കെ വെറും മിഥ്യാധാരണ. ഇവരൊക്കെ നായന്മാരെന്ന് ഇവരെ കൂടെ നിൽക്കത്തില്ല എന്ന് എവരി ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു കുറഞ്ഞ ആൾക്കാർ അവരെവിടെയെങ്കിലും തിരികെ കയറ്റിയോ അല്ലാതെയോ അങ്ങനത്തെ കുറെ അടിയാളന്മാരല്ലാതെ എല്ലാ നായന്മാരും ഒന്നും സുകുമാരൻ നായർ പറഞ്ഞാലും എല്ലാ ഈഴവരൊന്നും വെള്ളാപ്പള്ളി പറഞ്ഞാലൊന്നും വോട്ടൊന്നും ചെയ്യൂല. ഇവരെയെല്ലാം അഹന്ത അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. പിന്നെ ബഹുമാനായ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ ഇവർക്ക് എന്തിനൊരു അധികാരം, പ്രത്യേക പദവിയോ അധികാരങ്ങളും ഗവൺമെന്റ് കൊടുക്കുന്നത്? ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് സർക്കാർ ആയിരിക്കണം എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ മതസംഘടന മതത്തിന്റെ കാര്യങ്ങൾ അത് ഭരണഘടനയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ പറയാ, എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ധിക്കരിച്ച് സംസാരിക്കുക. ഇദ്ദേഹത്തിന് എന്താ കൊമ്പുണ്ടോ? ഈ ആരായി സുകുമാരൻ നായർ? പണ്ട് ഞാൻ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ചോദിച്ചിരുന്നു, മലപ്പുറം ജില്ലയിൽ മൊത്തം അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ ഇവർക്കെല്ലാം ആരാ ഇതിനൊക്കെ ചങ്കൂറ്റം കൊടുക്കുന്നത് എനിക്ക് തിരിയാത്തത്. കാരണം ഇവരെല്ലാം കള്ളന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗണേഷും സുകുമാരൻ നായരും കൂടി എന്തോ ഒരു അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. കാരണം ഗണേശൻ പറയുമ്പോൾ അദ്ദേഹത്തിനും ബേജാറാവും, അദ്ദേഹം തുറന്നു പറഞ്ഞാൽ ഗണേശനും ബേജാറാവും. പിന്നെ ഗണേശനേക്കാളും കുറച്ചുകൂടി മര്യാദയുള്ള ആളാണ് സുകുമാരൻ നായരെന്ന് ഞാനൊക്കെ ഒരു ധാരണ അതുണ്ട്. അത് നമ്മുടെ സമൂഹവും വിലയിരുത്തിക്കോട്ടെ. ബാക്കി പക്ഷെങ്കിൽ രണ്ടുപേരും അഴിമതി നടത്തിയിട്ടുണ്ടോ സംശയമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷ് കുമാറാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ സന്തോഷ് കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രണ്ടുപേരും തമ്മിൽ തുറന്നുവിട്ട NSSനെ സംബന്ധിച്ച് ആദ്യ വാക്കും അവസാന വാക്കും ഒക്കെ ജി സുകുമാരൻ നായരാണ് നിലവിൽ. പക്ഷേ അതിനെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗണേശിൻ്റെ പ്രതികരണങ്ങൾ. ഇന്ന് മറുപടി പക്ഷേ അത്ര കടുത്തതായിരുന്നില്ല. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം. ഞാൻ എന്റെ അഭിപ്രായം എന്താ വെച്ചാൽ സാറേ, ഈ NSS, SNDP ഈ സംഘടനകളൊക്കെ ശരിക്കും എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അറിയാത്തതും കൂടെ ചോദിക്കുന്നത് എന്തിനാണ് ഇത് എന്നാണ്. അതായത് ഒരു ഈ NSS ഉള്ള നായന്മാർക്കോ SNDP-യിലുള്ള DMമാർക്കോ എന്തെങ്കിലും ഒരു സഹായമോ കാര്യമോ എന്തെങ്കിലും ഈ 2 സംഘടനകളെ കൊണ്ട് കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനൊരു SNDP-കാരനാണ്. അതിനോട് ചോദിക്കാൻ SNDP അല്ല, ഞാനൊരു ഈഴവനാണ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ ശരിക്കും ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, സംസാരിച്ച ബാലകൃഷ്ണൻ വടകര തന്നെ പറഞ്ഞത് 100% ശരിയാണ്. ഇവർക്ക് എത്ര കാലാകാലം ഇവർ ഈ 2 ആൾക്കാരും ഇങ്ങനെ 2 തലപ്പത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനെ കൊണ്ട് ഇതൊക്കെ മാറ്റം വരുത്തണോ ശരിക്കും? ഇതിന്റെ തന്നെ ആവശ്യം എന്താന്നാ ശരിക്കും നോക്കണത്? NSS, SNDP എന്നൊക്കെ പറഞ്ഞു ഇമ്പളെല്ലാരും മനുഷ്യരാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ കേരളത്തിൽ കുറച്ച് ചിന്താഗതി കൂടിയവരുണ്ട്. ഇപ്പൊ കണ്ടില്ല, നമ്മള് മുഖ്യമന്ത്രി ഇതിന് മുന്നേ സംവിധാനം ചെയ്ത് ഞാൻ VD സതീശൻ എന്നാണ് കേട്ടാ. ഇപ്രാവശ്യം ചെയ്തിട്ടില്ല, ഞാൻ മേനോൻ എന്നൊക്കെ പറ്റിട്ടാ ചെയ്തത്.
അപ്പൊ അതിനെ കൊണ്ട് കണ്ടറിയേണ്ടത് സാർ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉള്ള അവസ്ഥകൾ. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സന്തോഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് പ്രതികരിച്ചത്. ശ്രീ ബാലനാണ് പാലക്കാട്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ NSSന്റെ നേതൃത്വത്തെ ചൊല്ലി ഇത്തിൽ കണ്ണി എന്നൊക്കെയാണ് ജി സുകുമാരൻ നായരെ ഗണേഷ് കുമാർ വിശേഷിപ്പിച്ചത്. തിരിച്ച് ഇന്ന് മറുപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എവിടെയൊക്കെയോ എന്തെല്ലോ ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സൂചനയാണോ, അതോ സാധാരണഗതിയിൽ ചായക്കോപ്പയിൽ കൊടുങ്കാറ്റായി മാറുമോ? കിരൺ ഭായി നമസ്കാരം. നമസ്കാരം. ആദ്യം പറയട്ടെ, ഞാനൊരു നായരല്ലോ. ഇതിപ്പോ അഭിപ്രായം പറയുന്നത് നായരാവണമെന്നോ ഈഴവനാവണമെന്നോ അല്ലെങ്കിൽ CPM-നെ കുറിച്ച് അഭിപ്രായം പറയുന്നത് CPM-കാരനാണോന്നോ കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായം കോൺഗ്രസ്സുകാരനാണോന്നല്ല. ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കുറിച്ച് അഭിപ്രായം പറയാൻ എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട്. അല്ലാതെ NSS-നെ കുറിച്ച് അഭിപ്രായം പറയാൻ നായരായി ജാതിയിൽപ്പെടുന്ന ഒരാളുടെ സവിശേഷമായ കൂടുതൽ അധികാരം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചിലരുടെ തോന്നലാണ്. ചിലർ പറയും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഉള്ളിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞോളാം. അങ്ങനെയൊന്നുമില്ല. ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അഭിപ്രായം പറയാൻ തുല്യ അവകാശമുണ്ട്. അതിനി അത് ജാതി സംഘടനയായാലും രാഷ്ട്രീയ സംഘടനയായാലും മതസംഘടനയായാലും എല്ലാം. ഇപ്പോൾ ചിലർ പറയാം അമ്പലത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ മുസ്ലിമിന് എന്ത് കാര്യം, അല്ലെങ്കിൽ പള്ളിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഹിന്ദുവിന് എന്ത് കാര്യം. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സമൂഹത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ സ്വകാര്യമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കുടുംബ ഗ്രൂപ്പുകളോ വല്ലതും ആയിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്തുള്ള ഒരു അഭിപ്രായം പറയണ്ട എന്നൊക്കെ പറയാൻ താങ്കൾക്ക് ധൈര്യമായി പറയാം ശ്രീ ബാലൻ. ചങ്ങാതി, ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു. മനസ്സിലായി. ഞാൻ താങ്കൾക്ക് മാത്രമല്ല സാധാരണ ഇതിൽ ഇത്ര അഭിപ്രായം പറയുന്ന ആളുകൾ കൂടി ഒരു മറുപടി ആയിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞാണ്. ആയിക്കോട്ടെ. പിന്നെ ഇവിടെ ഈ മെയ് 4-ന് ശേഷമാണോ ഇപ്പൊ ഈ ഗണേഷ് കുമാറിന് ഈ സുകുമാരൻ നായർ ഇത്ര മോശക്കാരനായത്? അതൊരു പ്രശ്നമാണല്ലോ. സുകുമാരൻ മറ്റേ ഗണേഷ് കുമാറിന്റെ അച്ഛനാണ് വേണമെങ്കിൽ NSSന്റെ ഏറ്റവും വലിയൊരു മാടം പേരി ജീവിച്ചിരുന്ന ആള്. ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര തോറ്റില്ലേ? അന്ന് ഈ സുകുമാരൻ നായരിനെ അല്ലെങ്കിൽ നാരായണ പണിക്കരൻ തെളിവ് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ മെയ് 4-ന് ശേഷം പെട്ടെന്നുണ്ടായിട്ട് ഒരു തോൽവി എന്ന് പറഞ്ഞാൽ എന്തോ ആയിക്കട്ടെ, ജനങ്ങൾ തോൽപ്പിച്ചു. ഒരു പക്ഷെ അങ്ങേരെ അഹങ്കാരത്തിന് കൂടിയിട്ട് കൂടെ അയക്കാം. ഈ മെയ് 4 എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ ഇങ്ങേരുടെ ഒരു ഗാർഹിക പീഡന കേസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ പാർട്ടി NSS അയാളൊപ്പം എന്നുള്ള ആളാണ്. മാത്രമല്ല അയാൾ അച്ഛന്റെ തൊട്ട് ഇയാൾ അടിച്ചു മാറ്റി വന്നിട്ട് ബാംഗ്ലൂർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വ്യാജപ്പ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നിയമത്തിന്റെ വഴി കൂടെ പോയി. അതിനൊക്കെ ഈ NSS ആയിട്ട് കൂടെ നിന്നുള്ളതാണ്. ഇവിടെ എന്താ പ്രശ്നം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഒരു കാരണം ഇങ്ങനൊരു മറുപടി കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇപ്പൊ ഈ ഗണേശനെ പോലെ ഒരു കുമാരനാരാവണ്ടായിരിക്കാം. അല്ല കുമാരനാർക്ക് ഇപ്പൊ ഗണേശനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലോ. എന്റെ അഭിപ്രായത്തിൽ ഈ സാധനങ്ങളൊക്കെ കാശുണ്ടാക്കുന്ന യന്ത്രം തന്നെയാണ്. NSS ആയിക്കോട്ടെ, SNDP ആയിക്കോട്ടെ, ഇതൊന്നും ഞാൻ മുമ്പ് പറഞ്ഞാണ് സാധാരണക്കാർക്കൊന്നും ഒരു ഗുണമില്ല. അവർ സ്കൂളും കോളേജും എഞ്ചിനീയറിംഗ് കോളേജും അവരിങ്ങനെ വലിയ വലിയ കാശ് സമ്പാദിച്ച് നടക്കുകയാണ്. ഇതിൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ, ഇതുകൊണ്ടെന്താ കാര്യം എന്ന് വെച്ചാൽ ഏത് പാർട്ടി വന്നാലും ഇവർക്ക് ഓരോ സാധനങ്ങൾ കിട്ടുന്നുണ്ട് കാശുണ്ടാക്കാനുള്ള പരിപാടിയിൽ. പിന്നെ ഈ NSS എന്ന് പറഞ്ഞാൽ SNDP-നേക്കാളും ഭേദമെന്ന് ഞാൻ പറയുള്ളൂ. SNDP എന്ന് പറഞ്ഞാൽ ഭാര്യ, മകൻ, മരുമകള്, അളിയൻ ഒക്കെ ആ സാധനത്തിന് മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. കുറച്ച് ഭേദമാണ്. രണ്ടു കൂട്ടരും അത്യാവശ്യം അഹങ്കാരവും ധാർഷ്ട്യമുള്ളവരാണെങ്കിലും SNDP-നേക്കാളും കുറച്ച് ഭേദമെന്ന് എനിക്ക് തോന്നുന്നത്. ശരി ശ്രീ ബാലൻ, എന്തായാലും അത് രണ്ട് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് ആളുകൾക്ക് വളരെ നല്ല മതിപ്പാണുള്ളതെന്ന് കൂടി പലപ്പോഴും ചർച്ചയിൽ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കരുതുന്നത് അങ്ങനെയല്ല. ഇവരൊക്കെയാണ് അവരെയൊക്കെ ജയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ വിചാരിച്ചാൽ ഞങ്ങൾ ജയിക്കും തൂക്കും എന്നൊക്കെ ഭയപ്പെടുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഇവരെ കാണുമ്പോൾ താണ് കുമ്പിട്ട് വണങ്ങി നിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അല്ല, ഇവർക്കെതിരെ അവരുടെ സ്വന്തം നേതാവിനെതിരെ എന്തെങ്കിലും ഇവരൊക്കെ പറഞ്ഞാലും തിരിച്ചു പ്രതികരിക്കാൻ പല സഹ നേതാക്കൾക്കും മടിയാണ് എന്നുള്ള കാഴ്ചയും നമ്മൾ കാണുന്നതാണ്. സി കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. സി കണ്ണൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്തേ സാർ. നമസ്കാരം സാർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ പിന്നെ ഹിന്ദുക്കളുടെ സമുദായങ്ങളെ കൊണ്ട് ഈ ഹിന്ദുക്കൾക്ക് യാതൊരുവിധ, അതായത് പാവങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ല. പിന്നെ ഈ നമ്മൾക്ക് നേരത്തെ തന്നെ അറിയാം, ഇവിടുത്തെ ഈ സമുദായ നേതാക്കന്മാർ ഈ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നതല്ലാതെ ആ അടിത്തട്ടിലേക്ക് അവർക്ക് യാതൊരുവിധ ഗുണവും ചെയ്യുന്നില്ല. പിന്നെ NSS-ന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ രാജ്യസ്നേഹികളും മറ്റുള്ള രാജ്യസ്നേഹം ഇല്ലെന്നല്ല, അപ്പം ഈ ഗണേശനെ പോലുള്ള ആൾക്കാരല്ല. പിന്നെ ഈ ഹിന്ദുക്കളുടെ ഈ സമുദായങ്ങൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ നമ്മുടെ സംസ്കാരം ഇപ്പൊ ഈ ഹിന്ദുക്കളുടെ സമുദായങ്ങൾ ഈ എല്ലാവരും വർഗീയമായി വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ എല്ലാവരും അത്തരത്തിലുള്ള ആൾക്കാരല്ല. പിന്നെ ഈ നമ്മൾക്കറിയാം, ഇപ്പം ഗുരുസ്വാമികൾ എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും വെച്ച് ആചരിക്കാൻ വിളക്കെത്തിക്കാൻ പാടില്ല എന്നാ. ഇവിടെ എന്തോ കാണിക്കുന്നത്? പിന്നെ അതായത് കണ്ണാടി പ്രതിഷ്ഠ നടത്തണമെന്ന നമ്മൾ അങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ
തിരിച്ച് നമ്മൾക്ക് ഇങ്ങോട്ടും നമസ്കാരം ഉണ്ടാകണം. ആ ഒരു ഇതിലാണ് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എന്തുവാണ് മദ്യം മയക്കുമരുന്നൊക്കെ ഇതിന്റെ ഇതിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇതിലേക്ക് ഒരു വാക്കുപോലും പറയുവാനായിട്ടുള്ള ഈ സമുദായ നേതാക്കന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോ. വ്യക്തമാണ്. ശ്രീ കണ്ണനാണ്. നമുക്ക് വേഗത്തിൽ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടത്. ശശിരംപിള്ള പറയുന്നു, സുൽകുമാർ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഞാൻ വിചാരിച്ചത് തന്നെ സംഭവിച്ചു. ഏതൊക്കെ വിഷയങ്ങൾ പൊതുവേദി തൊടില്ല എന്ന് കരുതിയോ അതൊക്കെ സംഭവിക്കുന്നു. മലയാളത്തിലും ഗോദി മീഡിയകൾ എന്ന് പറയുന്നു. ശ്രീ എ കെ കൃഷ്ണൻകുട്ടി, താങ്കൾ ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോൾ ഒരു മിനിമം ഒരു മാന്യത പുലർത്തണമെന്ന് കൂടി താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വിഷയം പൊതുവേദി ചർച്ച ചെയ്യാതെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം തന്നെ എല്ലാ ദിവസവും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ കരുതില്ല. ഓരോ ദിവസവും പലതരം വിഷയങ്ങൾ ചർച്ച ചെയ്യും. എല്ലാ ദിവസവും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിയില്ല. രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ ഇത് കേരളത്തിലെ പ്രബലമായ ഒരു സമുദായത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു പ്രബല സമുദായവുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല. കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന നിർണായകമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു സംഘടന കൂടിയാണ്. ആ സംഘടനയിൽ ഒരു വിഷയമുണ്ടായാൽ അതിൽ ഇടപെടേണ്ടി വരും, അതിൽ സംസാരിക്കേണ്ടി വരും. അല്ലാതെ ഇതിനകത്ത് എവിടെയാണ് താങ്കൾ ഈ ഗോദി മീഡിയ എന്നൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും തെളിവ് നിരത്താറുണ്ടെങ്കിൽ താങ്കൾ സ്ഥിരം വിളിക്കുന്ന ആളാണല്ലോ. താങ്കൾ തന്നെ എത്രയോ തവണ താങ്കളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് ഞങ്ങളതിൽ എതിര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ കടുത്ത BJP-കാരുണ്ട്, കടുത്ത CPM-കാരുണ്ട്, കടുത്ത കോൺഗ്രസ്സുകാരുണ്ട്. അവരൊക്കെ മറ്റു പാർട്ടികൾക്കെതിരെ അഭിപ്രായം പറയും. അല്ലാതെ തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം കിട്ടിയില്ലെങ്കിൽ അന്നേരം തന്നെ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുക എന്നുള്ള ശൈലി അത് ശരിയല്ല. ശ്രീകൃഷ്ണൻകുട്ടി, താങ്കൾ സ്ഥിരമായി ഇതിൽ വിളിക്കുന്ന ആളായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അഭിപ്രായം എഴുതിയിട്ടുണ്ട് തന്നെ ഞാൻ പരസ്യമായി തന്നെ പറയും. താങ്കൾക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എഴുതിയിടാം. ഞാനത് വായിക്കുക. എനിക്ക് യാതൊരു മടിയില്ല. താങ്കൾ എന്ത് എഴുതിയാലും വായിക്കുന്നതിനൊന്നും. വാളകത്ത് കാർ പലതും കണ്ടു, ആരൊക്കെ ഓടിയെന്ന് വാളകത്തുകാർ പറയുമെന്ന് പ്രമോദ് ആണ് പറയുന്നത്. സന്തോഷ് ശാന്തകുമാരി, ഞാൻ NSS സംഘടനയുടെ മെമ്പറാണ്, പക്ഷേ സുകുമാരൻ നായരെ അംഗീകരിക്കില്ല. അയാൾ സംഘടനയെ തന്നെ ശാപമാണ്. NSS കുടുംബ സ്വത്തായി കൊണ്ടുനടക്കുകയാണ് ഇയാളെന്ന് പറയുന്നു. പ്രദീപ് പറയുന്നു, സുകുമാരൻ നായർ ഇപ്പോൾ കീഴടങ്ങിയെന്ന് പറയുന്നു. സുകുമാരൻ നായർ ഭയപ്പെടുന്നതിന് കാരണം മറ്റൊന്നുമല്ല, കൂടെ കിടന്ന അയാൾക്ക് മാത്രമേ രാപ്പനി അറിയൂ എന്നൊരു ചൊല്ലുണ്ടെന്ന് ശശിരംപിള്ള പറയുന്നു. മുരളീധരൻ നായർ പറയുന്നു, സുനിൽകുമാറിൻ്റെ എന്നൊക്കെ നമസ്കാരം പറയുകയാണ്. ഒരു കാലത്ത് വളരെ ശക്തമായിരുന്ന സംഘടനയായിരുന്നു NSS. എന്നാൽ സുകുമാരൻ നായർ വന്നതിന് ശേഷം അതിൻ്റെ പ്രതാപമെല്ലാം പോയി. അഴിമതിക്കാരായ സുകുമാരൻ നായർക്ക് സംഘടനയ്ക്ക് ശാപമാണെന്ന് സദാശിവൻ നായർ പറയുന്നു. ജയകുമാർ പറയുന്നു, ഗണേശൻ വൃത്തികെട്ടവരാണെങ്കിലും സുകുമാരൻ നായരെ പറഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നു. ഇദ്ദേഹത്തെപ്പറ്റി ആര് പറഞ്ഞാലും കേൾക്കുന്നവർ സന്തോഷമേ വരത്തുള്ളൂ, അത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നു. സന്തോഷ് പാരിപ്പായി പറയുന്നു, ഇത് തമ്മിലുള്ള പോരൊന്നുമല്ല, ഇവർ രണ്ടുപേർക്കും പണ്ടത്തെ പോലെ ജനമധ്യത്തിൽ ഹൈപ്പില്ല, അതിനുവേണ്ടി ചെയ്യുന്നൊരു നാടകമാണ് ഇതെല്ലാം എന്ന് പറയുന്നു. ഷിജു കിരിയത്ത് പറയുന്നു, ബാലകൃഷ്ണ പിള്ളാസ് ഫാമിലി ഡൊണേറ്റഡ് majority of their lands to NSS. That's why സുകുമാരൻ നായർ remain quiet എന്ന് പറയുന്നു. അതൊന്നുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വത്ത് കൊടുത്തുകൊണ്ടും ഒന്നുമല്ല. സുകുമാരൻ നായർ എന്തായാലും അതൊന്നും കൊണ്ട് മിണ്ടാതിരിക്കുന്ന ആളൊന്നുമല്ല. മറ്റെന്തോ കാരണമുണ്ട്. പുരയ്ക്ക് മുകളിൽ വളരുന്ന ഏത് മരവുമായാലും പൊട്ടാമായ്ക്കണം. അത് സുകുമാരൻ നായർ, അത് മൊത്തം വിജയകുമാർ എഴുതിയേക്കുന്നത് കൃത്യമായി വായിക്കാൻ കഴിയുന്നില്ല. മെട്ടണം എന്നുള്ള തരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് നമസ്കാരങ്ങളൊക്കെയാണ്. ഞാനും പല പ്രാവശ്യം പോയിട്ടുണ്ട്, വെറും തണ്ടാണ് അയാൾക്ക്, മാറി നിന്ന് കല്ലെടുത്തെറിയാൻ തോന്നുമെന്ന് ജയകുമാർ പറയുന്നു. മുരളി പറയുന്നു, നായന്മാർക്ക് നട്ടലില്ല, ഇങ്ങനെ പുറത്താക്കാരെന്ന് ചോദിക്കുന്നു. VC തോമസ് പറയുന്നു, എല്ലാ സമുദായ മത നേതാക്കളും അവരുടെ സംഘടനയെ സ്വന്തം സാമ്രാജ്യമാക്കി വെച്ചിരിക്കുകയാണ്, അത് ചോദ്യം ചെയ്യാൻ സമുദായത്തിലും സംഘടനയിലും ആരുമില്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. ഗണേഷ് കുമാർ ഇത്രയും നാൾ വായടച്ചിരുന്നത് തെറ്റ്, ഇപ്പോഴാണ് ബോധം വന്നതെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. ശബരിമല പ്രക്ഷേപം നടന്നപ്പോൾ സുഗു പറഞ്ഞൊന്നും ആരും പറഞ്ഞിട്ടില്ല, പടിയടച്ച് പിണ്ടം വെക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് സുനിൽകുമാർ പറയുന്നത്. വീണ്ടും ഒരേ ആളുകളുടെ ഇതാണ്. ഞാൻ ബാബു രാജൻ കാഞ്ഞിരപ്പുഴ പറഞ്ഞു, ഗണേഷ് കുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ NSSൻ്റെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴും ഒരു കുടുംബത്തിലെ 43 ആൾക്കാർക്ക് ജോലി ചെയ്തിരുന്നു, അധികാരം നഷ്ടപ്പെടുമ്പോഴല്ലേ വിളിച്ചു പറയേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ നേരത്തെ ഉള്ളപ്പോഴും ഗണേഷ് കുമാർ അറിയാവുന്നതാണല്ലോ ഈ കാര്യങ്ങളെല്ലാം, പക്ഷേ അന്നൊന്നും അദ്ദേഹം അധികാരത്തിനൊപ്പം നിന്നപ്പോൾ പറഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. വൈകിയാണെങ്കിലും പറഞ്ഞല്ലോ. എന്തായാലും സുകുമാരൻ നായരും ഗണേഷ് കുമാരും തമ്മിലുള്ള തർക്കത്തിൽ നമുക്കെന്ത് കാര്യമെന്നാണ് AK കൃഷ്ണൻകുട്ടി ചോദിക്കുന്നത്. ഗണേശന് ഇനിയും താഴെയും മുകളിലും നോക്കാനില്ല, കിരീടം പോയ രാജാവാണ്, സുകുമാരനെക്കാട്ടിലും മോശപ്പെട്ടവനാണ് ഗണേശൻ എന്ന് പറയുന്നു. അത് ജയകുമാറാണ് പറയുന്നത്. പിന്നീടും താഴേക്ക് ചില കമൻറ്റുകളൊക്കെ ഒരേ ആളുകൾ തന്നെയുള്ള കമൻറ്റുകളാണ് ഒഴിവാക്കുന്നത്. മറ്റേ മുരളി, പണ്ട് PVക്കെതിരെ പോസ്റ്റ് ഇട്ടാൽ പിടിച്ചകത്തിടുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജയൻ ചേട്ടാ, ശരിക്കും UDFന് 80 സീറ്റ് മാത്രം കിട്ടേണ്ടതായിരുന്നു, 100 കടക്കാൻ കാരണം പിണറായിയും അയ്യപ്പ സംഘവുമാണ്, സോ പിണറായി UDFൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്നു, മെസ്സി വരാത്ത അന്നേ ചർച്ച ചെയ്യേണ്ടതായിരുന്നു, ഇത് പശുവും ചത്തു മോരിലെ പുളിയും പോയി, ഇനി എന്ത് ചർച്ച ചെയ്യാനെന്നാണ് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നത്. മെസ്സി വരാത്ത വിഷയമൊക്കെ പലതവണ ഈ പൊതുവേദി എത്രയോ തവണ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അബ്ദുൾ റഹ്മാൻ ഉദ്ദേശിച്ചത് മേഴ്സി വരുമെന്നായിരിക്കും എന്നൊക്കെ തമാശകളൊക്കെ ഇതിനകത്ത് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഡോക്ടർ MB മണി പറയുന്നു, ഏത് പ്രസ്ഥാനമായാലും കൂട്ടായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവർ ആയിരിക്കണം നേതാക്കൾ, അതിന് കഴിയാത്തവർ നേതൃഗുണം ഇല്ലാത്തവരാണ് എന്നാണ് ഡോക്ടർ MB മണി ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്,
പൊതുവേദി വൈഡ് റേഞ്ചാണ്. സുകുമാരണ്ണൻ്റെ വിഷമം മുതൽ ട്രംപ് അണ്ണൻ്റെ ഭീഷണി വരെ. അതിൽ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് മുരളീധരനായിരുന്നു. നമ്മളുടെ വിഷയം എപ്പോഴും അങ്ങനെ, നമ്മൾ അന്താരാഷ്ട്ര വിഷയം എടുക്കും, ചിലപ്പോൾ ചില ലോക്കലായ വിഷയം എടുക്കും, രാഷ്ട്രീയം എടുക്കും, സിനിമ എടുക്കും, സാംസ്കാരിക രംഗത്ത് എടുക്കും. അല്ലാതെ എപ്പോഴും ഒരെണ്ണം മാത്രമേ സമൂഹത്തിൻ്റെ ചർച്ചയാവുന്ന വിഷയങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അല്ലാതെ വെറും മോശപ്പെട്ട വിഷയങ്ങൾ പോലും ചിലപ്പോൾ സമൂഹത്തിൽ ചർച്ചയാകുന്ന നമുക്ക് എടുക്കേണ്ടി വരും. നമ്മൾ സാധാരണ ഇതിൽ ചർച്ചയാകുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ എടുക്കാൻ എപ്പോഴും ആഗ്രഹിക്കും. അതിൽ കൂടുതൽ പ്രേക്ഷകരും വ്യത്യസ്ത തുറകളിലുള്ള ആളുകൾ, രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്താൽ അതിൽ താല്പര്യമുള്ളവർ മാത്രമാകും വരുന്നത്. അല്ലാതെ ആളുകൾക്കൊക്കെ ചർച്ചയിൽ പങ്കെടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. കിരൺ പക്ഷപാതം കാണിക്കരുത്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമെന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് എനിക്ക് ഇത് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേള ശേഷം വീണ്ടും ഈ ചർച്ച തുടരും. നമസ്കാരം. പൊതുവെ തുടരുകയാണ്. ജി സുകുമാരൻ നായരും കെ ബി ഗണേഷ് കുമാറും തമ്മിൽ നടന്ന പോരാണ്. കെ ബി ഗണേഷ് കുമാർ ഇന്നലെ അതിരൂക്ഷമായ അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒക്കെ അധിക്ഷേപ സ്വഭാവമുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചത്. അഴിമതിക്കാരനാണെന്നും കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ചുരുങ്ങനെ പോലെ ആവരുത് എന്നുള്ള മട്ടിലേക്ക് വരെ ആരോപണമാണ് ഉന്നയിച്ചതെന്ന് സുകുമാരൻ നായർ മറുപടി പറയുകയും ചെയ്തു. പക്ഷേ സുകുമാരൻ നായർ മറുപടി പതിവ് സുകുമാരൻ നായർ ശൈലിയിൽ അഗ്രസീവായ ഒരു മറുപടി ആയിരുന്നില്ല, മയപ്പെട്ട മറുപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വളരെ ചെറിയ ചില പോയിന്റുകൾ മാത്രമാണ് അല്പമെങ്കിലും കടുപ്പിച്ച് പറഞ്ഞത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താവും ഇവരുടെ തർക്കത്തിന് കാരണം, ഈ തർക്കത്തിന് മുന്നിൽ എന്തെങ്കിലും കാര്യമായ കാര്യമുണ്ടോ എന്നുള്ളത് അടക്കമുള്ള വിഷയങ്ങൾ. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ആദ്യമേ ഗണേഷ് കുമാർ പണ്ട് VS അച്യുതാനന്ദനെ ഇതുപോലെ ആക്ഷേപിച്ചാണ്, ഉമ്മൻചാണ്ടി ആക്ഷേപിച്ചാണ്, സ്വന്തം പിതാവിനെ ആക്ഷേപിച്ചാണ്, സ്വന്തം ഭാര്യയെ ആക്ഷേപിച്ചാണ്. ഇപ്പൊ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളിന് കേരള രാഷ്ട്രീയത്തിൽ ഈ ഒരു സ്ഥാനമൊന്നുമില്ല. പത്തനാപുരം പോയെന്നുള്ള ഉറപ്പായി. പിന്നെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള വേലയാണ് ഈ നടത്തുന്നത് മുഴുവൻ. പിന്നെ സമുദായ നേതാവിനെ സംബന്ധിച്ച് പറയുമ്പോഴും അദ്ദേഹം ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പറയാൻ പറ്റുമെന്ന്, അദ്ദേഹത്തിന്റെ വകുപ്പിലൊക്കെ പോയി ഇത്തിൽക്കണ്ണി പോലെ പിടിച്ചിട്ടുണ്ടെന്നേ. അതൊന്നും ആർക്കും അറിയത്തില്ല. ഹരികുമാർ കോയിക്കലിനെയൊക്കെ ശരിക്കും പണിയിച്ച് കാശുണ്ടാക്കി മതനേതാക്കന്മാരെ അവരൊക്കെ. ഏതായാലും ഇപ്പൊ ഈ ഒരു പുതിയ ഗവൺമെന്റ് വന്നു, മതനേതാക്കന്മാരൊക്കെ ഏതാണ്ട് പിന്നോട്ട് പോയി. ഭരണസാധ്യത്തിലേക്ക് അണികളെ വിട്ട് നേടാമെന്നുള്ള ധാരണയൊന്നുമില്ല. പിന്നെ സതീശനെയൊക്കെ ആക്ഷേപിച്ച് മതനേതാവായത് അത് ഇവരെയൊക്കെ മാറ്റണമെന്ന്. പുതിയ നല്ല വിദ്യാസമ്പന്നരായ പുതുതലമുറയുണ്ടെന്ന്. ഏത് മേഖലയെ, എഞ്ചിനീയറിംഗ് മേഖലയെ, ഡോക്ടർ മേഖലയിലൊക്കെ ഉള്ള പുതുതലമുറയുണ്ട്. അവരൊക്കെ സമുദായ നേതാവായിട്ട് വരട്ടെ. ഇവരെയൊക്കെ മാറ്റണം. ഇത് കാലഘട്ടപ്പെട്ട കുറെ ആളുകൾ പഴയ പ്രമാണിത്ത സ്റ്റേജും കെട്ടി കുറെ ആളുകൾ അണിനിരന്നിരിക്കാൻ വരും. ഇവരൊക്കെ മാറി പുതിയ തലമുറ വരണമെന്നേ. അതാണ് എന്റെ ഒരു ആഗ്രഹം. അതാണ് ഇവരുടെ കാലം കഴിഞ്ഞ് ഈ സമൂഹത്തിലൊന്നും ഇവർക്കൊന്നും ഒരു സ്ഥാനമില്ല. ചെറുപ്പക്കാരൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വിദ്യാഭ്യാസം, കമ്പ്യൂട്ടർ യുഗങ്ങളിൽ നിൽക്കുമ്പോൾ ഇവരൊന്നും ഇനി ഇരുന്നത് കാര്യമില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ ആക്ഷേപിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, ശരി. ശ്രീ റജിയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏത് രംഗത്തായാലും പുതിയ തലമുറ കടന്നു വരേണ്ട കാലമായി. ഈ ഒരു രംഗത്തും ഇത്തരം പ്രമാണിമാർ എന്ന് ഒക്കെ കരുതുന്ന ചില ആളുകളുടെ ഒരു വലിയ മേൽക്കോയ്മ ഇപ്പോഴുമുണ്ട്. ശ്രീ KG കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ KG കുമാർ, താങ്കൾ കൊട്ടാരക്കരക്കാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ NSSന്റെ പത്തനാപുരം യൂണിയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും KB ഗണേഷ് കുമാറിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ബാലകൃഷ്ണ പിള്ള അടക്കമുള്ളവരുടെ രാഷ്ട്രീയവും NSS പ്രവർത്തനവും ഒക്കെ അറിയാവുന്ന ആളായിരിക്കുമെന്ന് കരുതുന്നു. താങ്കൾക്ക് എന്താണ് ഈ തർക്കത്തിൽ പറയാനുള്ളത്? ഈ തർക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാറിന് ഇത്രയും ദേഷ്യം വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ പത്തനാപുരത്ത് തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ NSS നേതൃത്വമാണ്. അതിൽ സുകുമാരൻ നായരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്ന ഒരു പരസ്യമായ രഹസ്യം ഇവിടെ. അപ്പോ ആ ഒരു ഇത് കാണും. കാര്യം മന്ത്രിയായിരുന്ന ആള് മന്ത്രി അല്ലെങ്കിൽ MLA ആയി ഇപ്പൊ 10-25 വർഷം കൊണ്ട് ഇപ്പൊ MLA അല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ഗണേഷ് കുമാറിന് പല കുറ്റങ്ങളും പറയാൻ കാണും. പക്ഷെ ഈ ഭരണ മികവ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ നല്ല ഭരണ മികവുള്ള ഒരു ആള് തന്നെയായിരുന്നു. അത് ബാലകൃഷ്ണ പിള്ള അതേപോലെയാണ്. മുൻകോപമൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും പുള്ളി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാളൊരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. പിന്നെ ബാലകൃഷ്ണ പിള്ളയ്ക്കും അതേപോലെ ബാലകൃഷ്ണ പിള്ളേതായിട്ട് ഒരു ശൈലി ഉണ്ട്. സംഗതി കുടുംബ പാർട്ടിയാണ്, ഈക്വൽ പാർട്ടിയാണ് എന്നൊക്കെ പറയാം എങ്കിലും പക്ഷെ ഒരു കഴിവുള്ള ആൾക്കാർ ആയിരുന്നു. കുടുംബ പാർട്ടിയാണ്, ഈക്വൽ പാർട്ടിയാണ്. KG കുമാർ ഒരു ചെറിയ കഴിവുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് പേരിലൊരു ചരിത്രം കൂടിയുണ്ട്. ഇന്ത്യയിൽ ഒരേ ഒരു നേതാവൻ മാത്രമേ അഴിമതിയുടെ പേരിൽ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയിൽ നിന്ന്
അഴിമതിക്ക് പേരിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നീട് സർക്കാരുകളൊക്കെ അതിനുശേഷിയുള്ള ആളായതുകൊണ്ട് പുള്ളിക്ക് ഇരുമ്പിന്റെ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടു, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉള്ളൂ. കൂടുതൽ നാളും ജയിലിലായിരുന്നെങ്കിൽ കൂടുതൽ നാളും കിംസിലായിരുന്നു, അതൊക്കെ എനിക്കറിയാം. കഴിവുള്ള ആളെന്നൊക്കെ പറയുമ്പോൾ അഴിമതിക്കാരനായിരുന്നു, പക്ക അഴിമതിക്കാരനായിരുന്നു, അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് ആർ ബാലകൃഷ്ണപിള്ള എന്നത് കൂടി നമ്മൾ ഓർക്കണം. മറ്റൊരു രാഷ്ട്രീയ നേതാവിനും അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇല്ല. ഈ പിന്നെ ഇറങ്ങിയ ഉടനെ ആണ് ആ വാളകത്ത് മറ്റേ കൃഷ്ണകുമാറിന്റെ പ്രശ്നം ഉണ്ടായത്. കൃഷ്ണകുമാറിന്റെ പ്രശ്നം ഉണ്ടായ സമയത്ത് അതിന് ശേഷം പുള്ളി കൊട്ടാരക്കര തന്നെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അത് നിങ്ങളുടെയൊക്കെ ഇതിൽ കാണും. അതും പുള്ളി ഇതാണ് ഈ വാക്കുകൾ അങ്ങ് വിട്ട് സംസാരിച്ചു കളയും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ബാലകൃഷ്ണപിള്ളയ്ക്ക്. ഈ ഗണേഷ് കുമാറിന് ഒരു പക്ഷേ ഈ പിന്നെ NSS നേതൃത്വം പിന്നെ ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും പുള്ളി ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് അടിക്കാതെ. അപ്പം ഇപ്പൊ ഈ MLA മന്ത്രിയും അല്ല MLA യും അല്ലാതായി. അപ്പം ഇതിലെങ്കിലും ഒരു സ്ഥാനം വേണം എന്നുള്ള ഒരു ആഗ്രഹം ഗണേഷ് കുമാറിന് കാണും. ഇപ്പം ഈ അത് സമ്മതിക്കാത്തത് കൊണ്ടാണ് പുള്ളി ഗണേഷ് കുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതായിരിക്കും അതിന്റെ കാര്യം. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ജനാർദ്ദനാണ്, കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഗണേഷ് കുമാറിന്റെ വിഷയമല്ലേ, ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയല്ലേ? അതെ. ഈ കേരള സമൂഹത്തിൽ ഗണേഷ് കുമാറിന് എന്ത് മാന്യതയുള്ളതെന്നും ഒരു മാന്യതയില്ലാത്തൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധം കട്ടായി പോയിട്ടുണ്ട്. ശ്രീ JP നായരാണ്, പൂജപ്പുരയിൽ നിന്ന്. ശ്രീ JP നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗണേഷ് കുമാർ ഉന്നയിച്ച അതിരൂക്ഷമായ ആരോപണങ്ങൾ, ഇന്ന് അതിന് G. സുകുമാരൻ നായർ നൽകിയ മറുപടി, എവിടെയാണ് താങ്കൾ ഇതിൽ ന്യായം കാണുന്നത്? അല്ല, ഈ സ്ത്രീലമ്പടനും പരസ്യമായിട്ട് എനിക്ക് 5000 ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആളാണെങ്കിൽ കൂടെ ഗണേഷ് കുമാർ ഇവിടെ പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരും എന്നൊക്കെ പറയുന്ന മലയാളികള്, അതിൽ തന്നെ ഈ ഏറ്റവും ജാതി സംഘടനകള്, എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സ്റ്റേറ്റിൽ ഇത്രയധികം ജാതി സംഘടനകളുണ്ടെന്ന്. അതിലെ ഈ ഹിന്ദുക്കളുടെ അങ്ങനെയല്ല ശ്രീ JP നായർ, മറ്റ് സ്റ്റേറ്റിലൊക്കെ, ഇവിടെ ഒരു പരിധിയുണ്ട്. മറ്റു പല സ്റ്റേറ്റുകളിലും ഈ രാഷ്ട്രീയത്തെയും അധികാരത്തെയൊക്കെ നിശ്ചയിക്കുന്ന തന്നെ ഈ ജാതി സംഘടനയുടെ നേതാക്കളൊക്കെയാണ്. അവര് രാഷ്ട്രീയക്കാരെക്കാളും മന്ത്രിമാരെക്കാളും ഒക്കെ വലിയ പവർഫുള്ളായ ആളുകൾ മറ്റു പല സ്റ്റേറ്റിൽ. ഇവിടെ ഒരു പരിധി, ഇവിടെ മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ കേരളത്തിലെ ഈ ജാതി സംഘടന നേതാക്കളൊക്കെ യഥാർത്ഥത്തിൽ പൂച്ചക്കുട്ടികളാണ്. അവർ പുലിയെ പോലെയാണ് അവരെ സ്വയം ഭാവിക്കുന്നതെങ്കിലും. ഇല്ല സാർ, അത് ചില സ്ഥലങ്ങളിലൊക്കെ ചില സന്യാസിമാരൊക്കെ ഉണ്ട്. അതല്ലാതെ ഇങ്ങനെ ഈ ക്രിമിനൽസ് നയിക്കുന്ന ജാതി സംഘടനകളും അധികാരത്തിന് വേണ്ടി വിലപേശുന്നവരുമായിട്ടുള്ള ഒരു ജനസമൂഹം വേറെ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിൽ എങ്ങുമില്ല. അങ്ങനെയല്ല JP നായർ, ഇപ്പൊ താങ്കൾ UP-യോ രാജസ്ഥാനോ ഒക്കെ എടുത്താൽ അവിടെയൊക്കെ വിജയം നിശ്ചയിക്കുന്നത് പോലും ഈ ജാതി സമവാക്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞാൽ നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഈഴ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോ വോട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, നല്ലൊരു ശതമാനം പേര് അവർ പറഞ്ഞതിനെതിരായി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. ഈ ജാതി നേതാക്കളൊക്കെ തീരുമാനിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലുണ്ട്. നമ്മളതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഇതിനേക്കാൾ മെച്ചമാണെന്ന് പറയുന്നത്. നമ്മൾ ഉത്തരേന്ത്യക്കാരെയൊക്കെ അപേക്ഷിച്ച് വളരെ വളരെ മെച്ചമാണ്. ഈ 1000 സുകുമാരൻ നായർ ചേരുന്നതും 1000 വെള്ളാപ്പള്ളി ചേരുന്നതുമായിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടെയൊക്കെ ഈ ജാതി സംഘടനയുടെ തലപ്പത്തുള്ളത്. ഇല്ല, അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ജാതി സെറ്റപ്പ് ഇല്ല. ഇപ്പൊ കർഷകരുടെ സംഘടന കാണും, അല്ലെങ്കിൽ ചില മതസംഘടനകള്, പിന്നെ ചില സ്വാമിമാരുടെ കീഴിൽ. അല്ലാതെ ഇതേപോലെ ഒരു ജാതി സെറ്റപ്പ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. JP നായർ, താങ്കൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെന്തായാലും പ്രത്യേകിച്ച് രാജസ്ഥാനിലും UP-ലും ഒക്കെ ഈ വിജയം പോലും നിശ്ചയിക്കുന്നത് പലപ്പോഴും ഈ ജാതി സമവാക്യങ്ങളാണ്. ഇതിൽ ഈ അമേരിക്കയിലൊക്കെ പറയുന്ന ഒരു തമാശയുണ്ട്. അവിടെ ഈ മിനിസ്ട്രീസ് ഉണ്ടല്ലോ, 2 പാസ്റ്റർമാര് തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാല് ഇവര് വേറെ ഒരു പുതിയ മിനിസ്ട്രി രൂപീകരിക്കും. പിറ്റേ ദിവസം അതിന്റെ ഒരു ബ്രാഞ്ച് തിരുവല്ലയിലോ പത്തനംതിട്ടയിലോ തുടങ്ങും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് എത്താൻ കുറെ താമസിക്കും. ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ പോയി വരുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുന്ന പോലാണ്. ഇവിടെ കൂണ് പോലും ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയൊരു ശാപം എന്താന്ന് വെച്ചാൽ ഇവന്മാർ എല്ലാ അഴിമതിക്കാരും സ്വജനപക്ഷാവാദികളുമാണ്. ഇന്നലെ ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞു 43 പേരാണ് ഇയാളുടെ കുടുംബത്തിൽ നിന്ന് ഈ സംഘടനയിലുള്ളത്. മെഡിക്കൽ കോളേജ് തുടങ്ങാൻ കാരണം അവിടെ തൂപ്പ് ജോലിക്ക് പോലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവന്മാരുള്ളത് കൊണ്ടാണ് മെഡിക്കൽ കോളേജ് ഒന്നും തുടങ്ങാൻ പോകാതിരുന്നത്. അങ്ങനെ സർവ്വവിധ ഇയാളുടെ ഈ പൊങ്ങച്ചമൊക്കെ എന്താണ്, ഇയാളെന്തോ ഒരു വക്കീൽ കുമുസ്തൻ ഏതാണ്ടായിരുന്നു എന്നാ പറയുന്നത്. അയാൾ നടപ്പും ഭാവവും ഒക്കെ കണ്ടാൽ രാജാവാണെന്നുള്ള രീതിയിലാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ചെറിയ
വിയോജിപ്പ് എനിക്ക് പറയാനുള്ളത്, ഒരാൾ വക്കീൽ ഗുമസ്തനോ ചെറിയ ജോലി ആയിക്കോട്ടെ, ആ ചെറിയ ജോലിയിൽ നിന്ന് അയാൾ വലിയൊരു പദവിയിലേക്ക് എത്തുന്നതിൽ നമ്മൾ അവരെ ആക്ഷേപിക്കരുത്. പിന്നെ രാജാവാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഇപ്പോൾ ഈ മടമ്പിത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അധിക്ഷേപിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ പഴയ ജോലി, ഒരാളുടെയും പഴയ ജോലി എന്തായിരുന്നു എന്ന് നോക്കി അയാൾ, അല്ലെങ്കിൽ ജനിച്ച സാഹചര്യം നോക്കി അയാളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ആ പ്രൊഫഷനെയോ ഇതിനെയോ പറഞ്ഞതല്ല. നാളെ ശശി തരൂർ ഇപ്പൊ കുറച്ച് ഇങ്ങനെ അങ്ങനെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പെരുമാറത്തില്ല. കുറച്ചൊരു മാടമ്പി സ്റ്റൈലിൽ പെരുമാറിയാൽ തന്നെ നമുക്ക് വി ക്യാൻ സിംപ്ലി ഡൈജസ്റ്റ് ഇറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത ഒരുത്തൻ അയാള് പിന്നെ മറ്റേ നാരായണ പണിക്കർ സാറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് കയറി ഇരുന്നിട്ട് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ ഉൾപ്പെടെ ഇയാൾ ആരാണ് ഇയാള്? അത് എന്നിട്ട് ഈ വലിയ എന്താ പറയുന്നത്, എന്താണ് ഇയാൾ ഈ സമുദായത്തിന് ഉണ്ടാക്കി, ഇയാളുടെ ഈ കാലഘട്ടത്തിലെ ഭരണ നേട്ടങ്ങൾ എന്താണ്? അയാൾ തന്നെ പറയട്ടെ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഇന്ന സ്ഥാപനങ്ങൾ തുടങ്ങി, കുറെ പൈസ അടിച്ചു മാറ്റുകയും കുറെ ആൾക്കാരെ അവിടെ എവിടെയും തിരികെ കയറ്റുകയും പിന്നെ കള്ള ക്വാളിഫിക്കേഷന്റെ പേരിൽ ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ കടന്നുകൂടിയ ഇയാളെ ബന്ധുക്കളെ സംരക്ഷിക്കാൻ പിണറായിയുടെ അല്ലെങ്കിൽ വേറെ ആരുടെ വേണേ കാല് പിടിക്കുന്നത്. അക്കാര്യത്തിൽ ഞാൻ സതീശനെ ഭയങ്കര ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. ഇയാളൊരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയ നേതൃത്വം. ആ ഒരു ആർജവം ഉണ്ടായിരിക്കണം. അല്ലാതെ ഈ അലവലാതിയൊക്കെ എവിടെ ചെന്നാലും ഇവന്റെയൊക്കെ ഈ വിരട്ട് കണ്ടിട്ട് അതേപോലെ അങ്ങ് കുനിഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് മാറണം. ഗണേഷ് കുമാറിനോട് നമുക്ക് ഒരുപാട് വിയോജിപ്പുണ്ട്, കുടുംബ രാഷ്ട്രീയത്തോടും വിയോജിപ്പുണ്ട്. പക്ഷെ ഇന്നലെ ഇയാളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു സംശയമില്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ആന്റണി, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നു. താങ്കൾക്ക് വേഗത്തിൽ അഭിപ്രായം പറയാം. എനിക്ക് പറയാനുള്ളത് വെച്ചാലേ, ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഈ സുകുമാരൻ നായരൊക്കെ മോശമായി സംസാരിക്കാൻ ഗണേഷ് കുമാർ ആരാണ്? ഗണേഷ് കുമാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ എന്തെല്ലാം മോശമായി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഗണേശൻ സുകുമാരൻ നായർ പറഞ്ഞ ഒട്ടും ശരിയായില്ല എന്നുള്ള ഒരാളാണ് ഞാൻ. സുകുമാരൻ നായരും ഒരുപാട് വി.ഡി. സതീശനെതിരെയും വി.എസ്. അച്യുതാനന്ദനെതിരെയും എന്തിന് നമ്മുടെ സുരേഷ് ഗോപിക്കെതിരെയും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ടില്ലേ? അതൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും സംസാരിക്കും. പക്ഷെ ഈ ഗണേഷ് കുമാറിന് സുകുമാരൻ നായരെ പറയാൻ ഒരു കാര്യമില്ല. കാരണം അത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഗിരിജയാണ് കുന്നിക്കോട്. ശ്രീമതി ഗിരിജ, താങ്കൾക്ക് വേഗത്തിൽ അഭിപ്രായം പറയാം. ഈ സുകുമാരൻ നായർ സാർ എന്തോ സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്നാ പറയുന്നത്. സ്വന്തം താല്പര്യം മാത്രം മുൻനിർത്തി ചെയ്തു പോയ ആളാണ്. രണ്ടുപേരെയും താരതമ്യം ചെയ്യുമ്പം VG വേഴ്സസ് ജി സുകുമാരൻ നായർ. ഗണേഷ് കുമാർ സാറിന്റെ ഈ പോരായ്മകളുണ്ട് എനിക്കറിയാം. പക്ഷെ അത് സാറ് നേരിട്ട് ചെന്ന് കാണുമ്പം എണ്ണി എനിക്ക് ഇന്ന പോരായ്മ ഉണ്ട് ടീച്ചറെ ശ്രദ്ധിക്കണേ എന്ന് മാത്രം പറഞ്ഞിട്ട് ചെയ്യാവുന്ന സഹായം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആ ജയകുമാറൊക്കെ പറഞ്ഞതിനോട് വളരെ സ്ത്രീലമ്പടനായിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഉപകാരം ചെയ്ത ഒരു വ്യക്തിയാണ്. ധൈര്യമായിട്ട് ഞാൻ പറയുന്നു. VG തൽക്കാലം നിർത്തുന്നു. ഞാൻ ഒരുപാട് എഴുതുന്ന ആള്. എന്റെ തൂലികാ നാമമാണ് VG വി ഗിരിജ. ഞാൻ VD സതീശ സാറിനെ നേരിട്ട് ഇപ്പൊ പോയി കണ്ടു. ഇത്രയും നല്ല ഒരു വ്യക്തി നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് നന്മ. ഗിരിജ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഈ രണ്ടുപേരും ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ രണ്ടുപേരുടെ പക്ഷത്തു നിന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സമുദായ നേതാക്കളൊക്കെ മാടമ്പിമാരെ പോലെ പെരുമാറുന്ന രീതി അവസാനിക്കണമെന്ന അഭിപ്രായം പറഞ്ഞവരാണ് കൂടുതലും. അവർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അതിൻ്റെ സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അല്ലാതെ അവർ സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറിയതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനല്ല സമുദായത്തെ ചലിപ്പിക്കേണ്ടത്, ആ തരത്തിലല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇത്തരക്കാരെയൊക്കെ ഈ തലമുതിർന്ന ആളുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരക്കാരെയൊക്കെ ഈ സമുദായ നേതൃത്വത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ പുതിയ തലമുറയെ അവിടെയൊക്കെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞ ആളുകളുമൊക്കെ ഉണ്ട്. ഗണേഷ് കുമാറിനെ അനുകൂലിച്ചും എതിർത്തും സുകുമാരൻ നായരെ അനുകൂലിച്ചും എതിർത്തും ഒക്കെ സംസാരിച്ച ആളുകളുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇതിൽ ഓരോരുത്തർക്കും ഉള്ളത് എന്നതുകൂടി ഇതിൽ വ്യക്തമാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.